അവൻ നമ്മെ ജീവിപ്പിക്കുന്ന ദൈവം. അവൻ നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം. ഇങ്ങനെ പോകുന്നു ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. ഞാൻ നിങ്ങളുടെ തന്നെ യോഗങ്ങളിൽ മിക്ക കൺവെൻഷനുകളിലും പറയുന്നൊരു കാര്യം ഈ സ്തുതിക്കുന്നതിനെക്കുറിച്ചും ആരാധിക്കുന്നതിനെക്കുറിച്ചുമാണ്. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ കൺവെൻഷനായാലും, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ഞാൻ നിൽക്കുന്നത് വേറൊരു സംഘടനയിലാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. നമ്മുടെ കൺവെൻഷൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. എനിക്ക് സങ്കടം തോന്നിയ കാര്യം, ഓരോ ആശയങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് കൈ പൊക്കിക്കുകയാണ്, കൈ അടിപ്പിക്കുകയാണ്, സ്തുതിപ്പിക്കുകയാണ്. ഒത്തിരി സങ്കടമുണ്ട്, എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഇപ്പം പാസ്റ്റർ PM ജോൺ പറയുന്ന ഒരാശയം എൻ്റെ ആത്മാവിൽ തട്ടിയാൽ, എൻ്റെ അകത്തെ മനുഷ്യനിൽ തട്ടിയാൽ, അല്ലെങ്കിൽ അങ്ങനെ തട്ടുന്ന നിലയിലുള്ള ആശയമാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അദ്ദേഹം എന്നോട് പറയണ്ട, ഞാൻ അറിയാതെ വാ തുറക്കും. അതല്ലേ ശുദ്ധമായ ആരാധന? ഇപ്പം ഞാൻ പറയുന്ന ഒരാശയത്തോട് ആളുകൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ അത്ര പവറേ അതിനുള്ളൂ എന്ന് ചിന്തിക്കണം. ഞാൻ പ്രതികരണം ചോദിച്ചു മേടിക്കരുത്. ദൈവാത്മാവ് ഇടപെടുമ്പോൾ, വചനത്തിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ ആളുകൾ ചിലപ്പം കൈയടിക്കും. അതിനെയൊക്കെയാണ് ബൈബിൾ സ്വമേധാദാനമെന്നും സ്വമേധായാഗമെന്നും ഒക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പരപ്രേരണയില്ലാതെ. എൻ്റെ സന്ദേശത്തിൻ്റെ പ്രതികരണം ഞാൻ പരസ്യമായ ആളുകളോട് ചോദിച്ചു മേടിക്കുന്നത് അത് ശുശ്രൂഷയുടെ ഒരു പാപ്പരത്വമെന്ന് മാത്രമേ ചിലരെന്നോട് പിണങ്ങുമെന്ന് എനിക്കറിയത്തില്ല, പറയാനൊക്കൂ. ഒന്നോ രണ്ടോ തവണയൊക്കെ കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം ചെയ്യാൻ പറയുന്നതുകൊണ്ട് തെറ്റില്ല, ആളുകൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ. പക്ഷേ അതൊരു ശൈലിയായി മാറുമ്പോൾ ദൈവമക്കളെ, അവിടെ ദൈവം സന്തോഷിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. സ്തോത്രം. ഞാൻ ഇന്നിങ്ങോട്ട് വന്നപ്പോൾ ഓർക്കുകയായിരുന്നു, വർഗീസ് ജോഷയ്ക്കറിയാം, ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എങ്ങും യാത്ര ചെയ്യാതെ വീട്ടിൽ തന്നെയായിരുന്നു. നീണ്ട 4-5 മാസം ബെഡിൽ തന്നെയായിരുന്നു. ഒരു സീനിയർ സർജറി കഴിഞ്ഞ ശേഷം ഇത്ര ദൂരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരുന്ന ആദ്യമായിട്ടാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഓർത്തൊരു കാര്യം, ഈ കഴിഞ്ഞ കോവിഡ് സീസണിൽ വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഓക്സിജൻ സിലിണ്ടർ കിട്ടാത്തത് നിമിത്തം, ശ്വാസം കിട്ടാത്തത് നിമിത്തം പിടഞ്ഞു മരിച്ചവർ 100 കണക്കിനല്ല കേട്ടോ, 1000 നമുക്കൊന്നും ഇവിടെ അതിൻ്റെ കണക്ക് കിട്ടിയിട്ടില്ല. ഏതാ ഒരല്പം ശ്വാസത്തിന്, കാരണം സിലിണ്ടർ കിട്ടാനില്ലായിരുന്നു, ഓക്സിജൻ സിലിണ്ടർ കിട്ടാനില്ലായിരുന്നു. അങ്ങനെ മരിച്ചവരുണ്ട് ഈ കോവിഡ് സമയത്ത്. 2 പ്രാവശ്യം കോവിഡ് വന്നവർ ഒരു പക്ഷേ ഇവിടെ കാണും. 1 പ്രാവശ്യം കോവിഡ് വന്നവർ പലരും മരിച്ചു. 2 പ്രാവശ്യം കോവിഡ് വന്നിട്ടും ആമേൻ, മരണത്തിന് വിട്ടുകൊടുക്കാതെ ഒരല്പം ഓക്സിജന് വേണ്ടി കൊതിച്ച്
അത് കിട്ടാതെ വന്ന് മരിച്ച മനുഷ്യർ പാർക്കുന്ന ഈ രാജ്യത്ത് 2023 ആദ്യ നാളുകൾ കാണാൻ നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തന്ന, നമുക്ക് ആരോഗ്യവും ബലവും തന്ന ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് വചനം കേൾക്കുമ്പോ ഉണ്ടല്ലോ, ആമേൻ, ഒരു സ്തോത്രം പറയാൻ മറ്റൊരാളുടെ ആഹ്വാനത്തിന് വേണ്ടി കാത്തിരിക്കരുത്. ഹല്ലേലൂയ. നിറഞ്ഞു നിൽക്കുകയാ ഇന്ന് രാത്രി മാറാത്തവന്റെ സാന്നിധ്യം, മറക്കാത്തവന്റെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവവചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കും. കർത്താവിന് സ്തോത്രം. ഹോശേയ പ്രവാചകൻ 72 വർഷം ശുശ്രൂഷിച്ചയാളാണ്. എനിക്കതൊക്കെ ഭയങ്കര കൊതിയാണ് ആ കണക്കൊക്കെ. 72 വർഷം ശുശ്രൂഷയിൽ നിന്നയാളാണ്. 5 രാജാക്കന്മാരുടെ കാലത്ത്, ആ രാജാക്കന്മാരുടെ പേരൊക്കെ 1-ാം അധ്യായത്തിലുണ്ട്. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ ഈ കാലത്തും ഇസ്രായേൽ രാജാവായി യോവാശിൻ്റെ മകനായ യെരോബെയാമിൻ്റെ കാലത്തും ബെയേരിയുടെ മകനായ ഹോശേയ്ക്കുണ്ടായ യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ 5 രാജാക്കന്മാർ ഇസ്രായേൽ യഹൂദ രാജ്യങ്ങളിൽ ഭരണം നടത്തി വന്ന കാലത്ത് ഈ 5 ഭരണാധിപന്മാരുടെയും കാലത്ത് പ്രവചന ശുശ്രൂഷ ചെയ്ത ഒരഭിഷക്തനാണ് ഹോശേയ. ഹോശേയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ യഹോവ രക്ഷ എന്നാണ്. നമ്മൾ ഈ വായിച്ച വാക്യം അത് ആദ്യം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം ഇതൊരു പ്രവചന ഗ്രന്ഥമാണ്, പ്രവചന പുസ്തകമാണ് ഹോശേയ. ഈ 2-ാം വാക്യം നമ്മൾ വായിച്ച 2-ാം വാക്യം, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനമാണ്. ഇതിന് ത്രികാല നിവർത്തികളുണ്ട്. നമ്മൾ വായിച്ച കുറിവാക്യത്തിൻ്റെ രത്നച്ചുരുക്കം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇതൊരു വിടുതലിൻ്റെ ദൂതാണ്. കാരണം ജീവിപ്പിക്കും, എഴുന്നേൽപ്പിക്കും. ഇനി പുറകോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം സൗഖ്യമാക്കും, മുറിവ് കെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് രത്നച്ചുരുക്കമായി നമ്മൾ ഒരു കണ്ടൻ്റാക്കിയാൽ ഈ വാക്യങ്ങളിലെ എല്ലാ ആശയങ്ങളും അപഗ്രഥിച്ച് ചെറുതാക്കി ചുരുക്കി മനസ്സിൽ മായാതെ മറയാതെ സൂക്ഷിക്കാൻ നമ്മൾ കടഞ്ഞെടുത്താൽ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, ഒരു വിടുതൽ, ഒരു വിടുതലുണ്ട്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം ഇവരെ പോലെ വിടുതൽ അനുഭവിച്ച ഒരു ജനതതി വേറെയില്ല, അല്ലേ ഇവർ. അപ്പൊ ഇതിൻ്റെ ഭൂതകാല നിവൃത്തി ഇതാണ്. ഇസ്രായേൽ വിടുതൽ അനുഭവിച്ചവരാണ്, അല്ലേ? ഈജിപ്തിൽ നിന്ന്, ബാബിലോണിൽ നിന്ന്, മേദ്യപാസ്യ സാമ്രാജ്യത്തിൽ നിന്ന്, ഗ്രീസ് സാമ്രാജ്യത്തിൽ നിന്ന്, റോമിൽ നിന്ന് ഒക്കെ. പിന്നെ നമ്മൾ പഴയ നിയമഭാഗങ്ങൾ നോക്കുമ്പോൾ മിദ്യാന്യര്, ഹിത്യര്, ഹിവ്യര്, ഫെലിസ്ത്യര്, കനാന്യര്, മോവാബ്യര് തുടങ്ങിയ എത്രയോ
എത്രയോ ശത്രു രാജ്യങ്ങളിൽ നിന്ന് ഇവർ വിടുതൽ അനുഭവിച്ചവരാണ്. ഇതിന്റെ വർത്തമാനകാല നിവൃത്തിയോ? ഇസ്രായേലിനെ മുച്ചോടെ മുടിക്കുമെന്ന് വാദിച്ച് രംഗത്തിറങ്ങിയ ഒരു രാജാക്കന്മാരും ഇന്ന് ഭൂമിയിലില്ല. എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യം ഇന്നും ഭൂമിയിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നും ആ ഇസ്രായേൽ വിടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വർത്തമാനകാല നിവൃത്തി. ഇനി ഈ വാക്യത്തിൻ്റെ ഭാവികാല നിവൃത്തി എന്ന് പറയുമ്പോൾ ശരിക്കും ഹോശേയ പറയുന്നതിൻ്റെ ഭാവികാല നിവൃത്തി മഹോപദ്രവകാലത്തിൻ്റെ അവസാന നാളുകളിൽ ഇസ്രായേൽ കുത്തിയവങ്കലേക്ക് നോക്കി മാനസാന്തരപ്പെട്ട് എതിർക്രിസ്തുവിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് പ്രാപിക്കാൻ പോകുന്ന വിടുതൽ, അതാണ് ജീവിപ്പിക്കും. ഭാവികാല പ്രയോഗമാണ്. എഴുന്നേൽപ്പിക്കും. അപ്പോ ഇന്നലകളിൽ വിടുതൽ ലഭിച്ചു, ഇന്ന് വിടുതൽ അനുഭവിക്കുന്നു, നാളെയും ഒരു വിടുതലുണ്ട്. അപ്പൊ ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവികാലത്തിലും ഈ ദൈവം ഈ ജനതയ്ക്ക് ആരാണ്? വിടുവിക്കുന്ന ദൈവമാണ്. ഇതാണ് ഈ വാക്യത്തിൻ്റെ പ്രവചന പശ്ചാത്തലത്തിലുള്ള വിഭജനം എന്ന് പറയുന്നത്. ഞാൻ അവിടെ ഒന്നും നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ദൂതിലേക്ക് ഞാൻ വരാം. ഹോശേയ പ്രവാചകൻ ശുശ്രൂഷ തുടങ്ങുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. യഹോവ ഹോശേയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ, സംസാരിച്ച് ശ്രദ്ധിക്കണം, തുടങ്ങിയപ്പോൾ, തുടക്കമാണ്. ഹോശേയയുടെ യഹോവ സംസാരിച്ച് തുടങ്ങിയപ്പോൾ, ദൈവം സംസാരിച്ചു തുടങ്ങി. എന്താണ് തുടങ്ങിയത്? എന്താണ് പറഞ്ഞത്? യഹോവ ഹോശേയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്ക. ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. നിൽക്കട്ടെ, ഞാൻ ഒരു വാചകം ഒന്ന് ഉറക്കെ പറഞ്ഞോട്ടെ. എനിക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ശബ്ദം അധികം വെക്കരുതെന്നൊക്കെയാണ്. പക്ഷെ ഒരു വാചകം ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഉറക്കെ പറഞ്ഞോട്ടെ. ദേശം യഹോവയെ വിട്ട് പരസംഗം ചെയ്തിരിക്കുന്നു. ഈ ദേശത്തിൻ്റെ മധ്യേ പാടാനും പ്രാർത്ഥിക്കാനും വചനം ഘോഷിക്കാനും ഈ ഗ്രൗണ്ടിൽ കാലുകുത്തിയ ദൈവമക്കൾ കാഴ്ചക്കാരെ പോലെ കേൾവിക്കാരെ പോലെ ഇതിനകത്തിരിക്കരുത്. ദേശം യഹോവയെ വിട്ട് പാപം ചെയ്തു പോയിരിക്കുന്നു, പാപത്തിൽ തുടരുന്നു. ഇതാണ് ദേശത്തിൻ്റെ ചിത്രം. അപ്പൊ ഹോശേയയുടെ ദൈവം പറയുകയാണ്, കല്യാണം കഴിക്കണം, പക്ഷേ സമൂഹത്തിലെ ഗണികയായ ഒരു സ്ത്രീയെ വേണം നീ വിവാഹം കഴിക്കാൻ. അവൾക്ക് മക്കളുമുണ്ട്. മക്കളുള്ള ഒരു ഗണികയായ സ്ത്രീയെ, ഞാൻ ബൈബിൾ ഭാഷ ആവർത്തിക്കുന്നില്ല. ഗണിക എന്ന് പറഞ്ഞാൽ മലയാള സാഹിത്യത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാം. വളരെ മോശം ജീവിത പശ്ചാത്തലമുള്ള, സമൂഹത്തിൽ വിലയും നിലയുമില്ലാത്ത
ആരുടെയും മുൻപിൽ അശേഷം സാക്ഷ്യമില്ലാത്ത ഒരു സ്ത്രീയെ ഈ അഭിഷക്തൻ വിവാഹം കഴിക്കണമെന്ന് ദൈവത്തിൻ്റെ വാക്കുകളാണ്. ഇതാ തുടക്കം. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോഴേ എന്നോടൊക്കെ തമ്പുരാൻ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയായിരുന്നെങ്കിൽ ഞാൻ ജില്ല വിട്ടുപോയനെ. ഞാൻ ചോദിക്കട്ടെ, ഒരു ചെറുപ്പക്കാരന് തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് സ്വപ്നങ്ങളില്ലേ? പ്രതീക്ഷകളില്ലേ? ഞാൻ സഭാ ചാർജിൽ പ്രവേശിക്കുമ്പോൾ എനിക്ക് 20 വയസ്സാണ്. അന്ന് എൻ്റെ മൂത്ത പെങ്ങള് എനിക്ക് അയച്ച കത്ത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. എടാ, കല്യാണം കഴിക്കുമ്പോൾ ഒരു കാര്യം നീ ഓർത്തോണം. പെണ്ണ് വെളുത്തതായിരിക്കണം, ചുരുണ്ട മുടി ഉണ്ടായിരിക്കണം, 10ാം ക്ലാസ് പാസ്സായിരിക്കണം, പാട്ട് പാടുന്ന കുട്ടിയായിരിക്കണം. ഈ 4 കാര്യങ്ങൾ. അന്ന് ഇതൊന്നും എൻ്റെ മനസ്സിൽ പോലും ഇല്ല. പക്ഷെ പെങ്ങൾ പറഞ്ഞ ശേഷം പിന്നെ ഞാൻ ഈ ചുരുണ്ട മുടി നോക്കി നടക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, 20കാരനാണ് ഞാൻ. 20 വയസ്സേ ഉള്ളൂ എനിക്ക്. എൻ്റെ പെങ്ങൾ എൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ചിത്രം തന്നപ്പോൾ പിന്നെ ഞാൻ നോക്കാതിരിക്കൂ? കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ചുരുണ്ട മുടി നോക്കി നടക്കരുത്, അത് വേറെ വകുപ്പാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് വെളുത്തതായിരിക്കണം. ശലോമിയുടെയൊക്കെ ചർച്ചിൽ ഞങ്ങൾ 3 വർഷം സഭാ ശുശ്രൂഷ ചെയ്തതാണ്. അപ്പോൾ എന്നെയും എൻ്റെ വൈഫിനെയും പിള്ളേരെയൊക്കെ ഇവർക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത്, ആർക്കാ പ്രതീക്ഷകളില്ലാത്തത്, സ്വപ്നങ്ങളില്ലാത്തത്, സങ്കല്പങ്ങളില്ലാത്തത്? പക്ഷെ ഹോശേയയോട് പറയുകയാണ്, ഞാൻ പറയുന്നയാളിനെ നീ വിവാഹം ചെയ്യണം. അവൾ സമൂഹത്തിൽ വെറും ഗണികയായ സ്ത്രീയാണ്, മക്കളുള്ള സ്ത്രീയാണ്. ആ വചനത്തിനകത്തോട്ടൊന്ന് കയറിക്കേ. ആ മനസ്സ് തകർന്നു കാണത്തില്ലേ? ആ ഹൃദയം മുറിവേറ്റ് കാണത്തില്ലേ? ഹോശേയയുടെ ഇഷ്ടങ്ങൾക്ക് ഇവിടെ ഒരു പ്രസക്തിയില്ല, അല്ലേ? ഹോശേയയുടെ സ്വപ്നങ്ങളും താല്പര്യങ്ങളും ദൈവം അംഗീകരിക്കുന്നില്ല. ഇവിടെ ഹോശേയയെ തകർക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ കൂടുതൽ ഒരു മനുഷ്യൻ തകർക്കപ്പെടാനുണ്ടോ? ഒന്ന് മനസ്സിൽ ചിന്തിച്ച്. ഞാനതൊക്കെ ഭാവനയിൽ കണ്ടു. എല്ലാവരും അറിയുന്ന, നാട്ടുകാരും വീട്ടുകാരും പഞ്ചായത്തിലുള്ള എല്ലാവരും അറിയുന്ന വെറും മോശപ്പെട്ട ഒരു സ്ത്രീയെ ഈ വിശുദ്ധനായ അഭിഷക്തൻ വിവാഹം കഴിച്ച ശേഷം പ്രവചന ശുശ്രൂഷയ്ക്കായി പൊതുനിരത്തിലൂടെ പോയിട്ടുള്ളപ്പോ ആളുകൾ പരിഹസിച്ചിട്ടുണ്ടാവില്ലേ? ആളുകൾ നിന്ദിച്ചിട്ടുണ്ടാവില്ലേ? ആളുകൾ കളിയാക്കിയിട്ടുണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഹോശേയയുടെ മാനസിക അവസ്ഥ ഒന്ന് കണ്ടേ. ആ മനുഷ്യൻ നന്നായി ഉറങ്ങിയിട്ട് ദിവസങ്ങളായി കാണില്ലേ? എന്തിനാ എന്റെ ദൈവം എന്നോടിങ്ങനെ ചെയ്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ഇല്ലേ? മനസ്സിൽ കണ്ടേ. പക്ഷെ ഞാൻ ഇവിടെ ഒരു ദൂത് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് വരാം. ആർക്കും ഇല്ലാത്ത ഒരു തകർച്ച, ആരും കടന്നുപോയിട്ടില്ലാത്ത ഒരു പരിഹാസത്തിന്റെ പാത, ആരും അനുഭവിച്ചിട്ടില്ലാത്ത നിന്ദകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരോടൊരു ദൂത്. തകർച്ചയുടെ ഒരു തുടക്കമുണ്ടെങ്കിൽ ഉയർച്ചയുടെ ഒരു ഒടുക്കമുണ്ട്. ഓ ഹല്ലേലൂയ. ഈ പന്തലിൽ ഇരിക്കുന്ന ചിലരോട്, വല്ലാതെ മനസ്സ് തകർന്നുപോയ ചിലരോട് ഈ ഇത് ടി.ഡി. പാസ്റ്റർ ദൂതല്ല, വചനത്തിലൂടെ ദൈവാത്മാ പറയുകയാ, ആർക്കുമില്ലാത്തൊരു തകർച്ച നിനക്കുണ്ടെങ്കിൽ, അത് ദൈവം അറിഞ്ഞിട്ടാണെങ്കിൽ,
ദൈവം അനുവദിച്ചിട്ടാണെങ്കിൽ, നമ്മൾ നേരത്തെ കേട്ടതുപോലെ കർത്താവ് നിർബന്ധിച്ചിട്ടാണെങ്കിൽ, ആർക്കുമില്ലാത്ത ഒരു ഉയർച്ച ദൈവം നിനക്കായി കരുതി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ വചന പഠനത്തിലേക്ക് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ പഠിക്കാൻ ശ്രമിച്ചത് ഒരു മേജർ സർജറിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് മാസങ്ങളായതേ ഉള്ളൂ. ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു. ഇപ്പോഴും ചോദ്യങ്ങൾ തീർന്നിട്ടില്ല. കാരണം 17-ാമത്തെ വയസ്സിൽ ബൈബിൾ സ്കൂളിൽ പോയ ആളാണ് ഞാൻ. 20-ാമത്തെ വയസ്സിൽ 13 കുടുംബങ്ങളുള്ള സഭയുടെ ശുശ്രൂഷ ഏറ്റെടുത്തയാളാണ് ഞാൻ. ഒരുപാട് ചോദ്യങ്ങളുണ്ട് എനിക്ക്. വെന്റിലേറ്ററിൽ പോലും ശ്വാസം നിലച്ചു പോകുമോ എന്ന് സംശയിച്ച സമയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അടുത്ത് നിന്ന് നേഴ്സ് പിന്നീട് എന്നോട് പറഞ്ഞു. ശ്വാസം വെന്റിലേറ്ററിൽ പോലും എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിൽ ഇട്ടിട്ടും ശ്വാസം നിന്നു പോകുന്നത് പോലെ ഞാനാണ് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ വചനമാണ് പറയുന്നത് ഇന്ന് രാത്രി ദൈവമക്കളോട്. ഒരു പ്രസംഗം വെറുതെ കേട്ടിട്ട് പോകാൻ ആരും ഇരിക്കണ്ട. ഇന്ന് രാത്രി നമ്മുടെ വിടുതലിൻ്റെ രാത്രി തന്നെയാണ്. ഒരു സംശയം അതിനകത്ത് വേണ്ട. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു മനുഷ്യനെ തകർക്കുമോ നീ മനസ്സോടെ? നമ്മുടെ ദൈവം ആര് എന്നുള്ള ചിന്ത നമ്മൾ കേട്ടു. ദൈവം തകർക്കുമോ ദൈവം തിരഞ്ഞെടുത്തവരെ? വാക്യം, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ശ്രദ്ധിച്ചേ, അപ്പൊ തകർക്കുക എന്നൊരു ഇഷ്ടം ആർക്കുണ്ട്? ദൈവത്തിനുണ്ട്. പക്ഷെ നമ്മളിൽ ആർക്കാ അതിഷ്ടം? നമ്മളിൽ അതാർക്കാ ഇഷ്ടം? തകർക്കുന്ന ദൈവത്തെ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവരിൽ ആർക്കാ ഇഷ്ടം? യെശയ്യാ 53 പറയുന്നു, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഒന്ന് ചോദിച്ചേ, ഈ തകർക്കുക എന്ന് പറയുന്ന ഇഷ്ടത്തിലൂടെ നീ ആരെ കടത്തിവിടും? എല്ലാവരും കടത്തിവിടത്തില്ല. അത് അവിടെ നിൽക്കാൻ നേരമില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, തകർക്കുക എന്ന ദൈവ ഇഷ്ടത്തിലൂടെ എല്ലാവരെയും ദൈവം കടത്തിവിടത്തില്ല. കാരണം ആരെക്കുറിച്ചുമില്ലാത്ത ഒരു പദ്ധതി, ഒരു പ്ലാൻ ദൈവത്തിന് ഒരു അഭിഷക്തനെ കുറിച്ചുണ്ടെങ്കിൽ, ഒരു തലമുറയെ കുറിച്ചുണ്ടെങ്കിൽ, ഒരു കുടുംബത്തെ കുറിച്ചുണ്ടെങ്കിൽ, ഞാൻ ആ വാചകം വീണ്ടും ആവർത്തിക്കുന്നു, ആരെക്കുറിച്ചുമില്ലാത്ത ഒരു ദൈവത്തിന്റെ പദ്ധതി നിന്നെ കുറിച്ച് ദൈവത്തിനുണ്ടെങ്കിൽ തകർക്കുക എന്ന പ്രോസസ്സിലൂടെ ദൈവം നിന്നെ കടത്തിവിടും. പക്ഷെ അങ്ങനെ കടന്നുപോയ പുത്രനെ കുറിച്ച് എന്താ എഴുതിയേക്കുന്നത്? ദൈവം അവനെ സകല നാമത്തിനു മേലായി ഉയർത്തി. അപ്പോ ആർക്കുമില്ലാത്ത ഒരു തകർച്ചയുണ്ടെങ്കിൽ ഞാൻ ആ ദൂത് വചനം കൊണ്ട് ഉറപ്പിക്കുന്നു. ഇന്ന് രാത്രി ഇത് കുറിച്ചു വെക്കണ ഹൃദയത്തിൽ. ഈ 2023 നമ്മൾ ഈ ദൈവത്തെ അനുഭവിക്കും. ഈ ദൈവത്തെ അനുഭവിക്കും. ആർക്കുമില്ലാത്തൊരു തകർച്ച നിനക്കുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത ഒരു ഉയർച്ച ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ അതുവരെയൊക്കെ പിടിച്ചു നിൽക്കാനേ അല്ലേ കുറച്ച് പാടാ. സ്തോത്രം. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരത്തിലേക്ക് വരികയാണ്. നിങ്ങളുടെ പലരുടെയും മുഖം കണ്ടിട്ട് എനിക്കറിയാം എന്തിനാണ് ദൈവം ഹോശേയായോട് ഇങ്ങനെയൊരു കല്യാണം കഴിക്കാൻ പറഞ്ഞതെന്ന് അല്ലേ. അതിൻ്റെ ഉത്തരത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വേറൊരു മനുഷ്യനെ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരാതിരിക്കാൻ പറ്റുകയില്ല. ഇതുപോലെ തന്നെ നിനവേയുടെ ദുഷ്ടത ദൈവസന്നിധിയിൽ വലുതായി.
അങ്ങനെ എഴുതിയേക്കും. നിനവേക്കാരുടെ ദുഷ്ടത. 1,00,000 ചില്ലുവാനും ആളുകളെ ആ പട്ടണത്തിലുള്ളൂ. നമുക്കറിയാം അശൂരിന്റെ തലസ്ഥാനമാണ് നിനവേ, അല്ലേ? നിനവേ മെട്രോപൊളിറ്റൻ സിറ്റിയാണ് അന്നത്തെ. ശമരിയിൽ നിന്ന് 500 മൈൽ അകലെ ടൈഗ്രീസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നിനവേ, BC 8-ാം നൂറ്റാണ്ടിൽ പ്രവചന ശുശ്രൂഷയ്ക്കായി ദൈവം തെരഞ്ഞെടുത്ത യോനയോട് ദൈവം പറഞ്ഞു, നിനവേയുടെ ദുഷ്ടത എന്റെ മുമ്പിൽ വർദ്ധിച്ചു വരുന്നു. എനിക്ക് ആ ജനത്തോട് കനിവ് തോന്നുന്നു. അവർ വിടുവിക്കപ്പെട്ടേ പറ്റൂ, അവർ മാനസാന്തരപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് നീ നിനവയ്ക്ക് പോണം. ഇപ്പോ ഹോശേയയോട് ദൈവം പറഞ്ഞത് ഒരു ഹോശേയമാർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്ന പോലെ യോനയോട് ദൈവം പറഞ്ഞത് യോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അറിയാമല്ലോ, യോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ കാര്യം എന്നാ? യോനയ്ക്ക് ദൈവത്തെക്കുറിച്ച് അറിയാം. ദൈവത്തിന്റെ പ്രത്യേകത, എത്ര കൊടും പാപിയാണെങ്കിലും അവൻ കുറ്റമേറ്റു പറഞ്ഞ് അനുദപിച്ച് കരഞ്ഞാൽ ദൈവം അവനെ വിടുവിക്കും. രാത്രി ദേശമേ, എണ്ണിപ്പറയാൻ പാപങ്ങളുടെ പട്ടികയിൽ പലതുണ്ടെങ്കിലും അനുതാപത്തോടെ യേശുവേ ഞാൻ പാപിയോടെന്ന് നീ തുറന്നു പറഞ്ഞാൽ അവധി വെക്കാതെ നിന്നെ വിടുവിക്കുന്ന ഒരു രക്ഷകൻ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽപ്പുണ്ട്. അവന്റെ പേരത്രേ യേശു. യോനയ്ക്ക് ദൈവത്തെക്കുറിച്ച് അറിയാം. കാരണം ഈ ജനം നിലവിളിക്കുകയും കരയുകയും അനുദപിക്കുകയും ചെയ്താൽ ദൈവം മനസ്സലിയും നിനവേക്കാരെ രക്ഷിക്കും. യോനയുടെ ശുശ്രൂഷയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഞാൻ എന്നാ ദൂത് പറഞ്ഞാലും അത് അതുപോലെ നടക്കണം. നിനവേ നശിക്കുമെന്ന് പറഞ്ഞാൽ നശിക്കണം. അതെന്നാ ആത്മാവാന്നിയത് അല്ലേ? അതെന്നാ ശുശ്രൂഷയാ. അപ്പോ ഈ നിനവയ്ക്ക് പോകാൻ ഇപ്പൊ യോനയ്ക്ക് താല്പര്യമില്ല. അതിന്റെ ഒരു കാരണം ദൈവം അനുദപിക്കുന്ന ദൈവമാണെന്നുള്ള യോനയുടെ തിരിച്ചറിവാണ്. കാരണം നിനവേക്കാര് പാപം ഏറ്റു പറഞ്ഞാൽ ദൈവം അവരെ രക്ഷിക്കും. പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയി ഈ ശുശ്രൂഷിച്ചത് വെറുതെയാകും. ആളുകൾ പറയുകയും ചെയ്യും, പുള്ളിയുടെ ദൂത് ശരിയായില്ലെന്ന് പറയുകയും ചെയ്യും. പിന്നെ യോന പോകാതിരുന്നതിൻ്റെ മറ്റൊരു കാരണം, അതെന്നെ വേദനിപ്പിക്കുന്ന ഒരു കാരണമാണ്. ഈ തലമുറയിൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ വന്ന വഴിക്ക് പാലാ ഭാഗത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു. ആമേൻ. നമുക്ക് മനോഹരമായ പന്തലുണ്ട്, ഒരു കുഴപ്പമില്ല. യോഗം തീരുന്നത് വരെ ദൈവമക്കൾ ഈ വചനം ശ്രദ്ധിക്കുക. സ്തോത്രം. ഈ നിനവേക്കാരെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ അശൂരിന്റെ തലസ്ഥാനമാണ് നിനവേ. അശൂര്യരെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ ശത്രുക്കളാണ്. ഇസ്രായേലിന്റെ ശത്രുക്കളാണ് ഈ നിനവയിലുള്ളവരെ. അശൂര്യര് ഇവര് വിജാതീയരാണ്, യഹൂദന്മാർ അല്ല, വിജാതീയരാണ്. അപ്പോ യഹൂദ പശ്ചാത്തലത്തിലുള്ള യോനയ്ക്ക് നിനവയ്ക്ക് പോകാൻ മടുപ്പുണ്ടായതിന്റെ രണ്ടാമത്തെ കാര്യം, അവരെ നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞവരല്ലെന്നുള്ളതാണ്. എന്നാ ആരും ആമേൻ പറയാൻ? ചിലർക്ക് മനസ്സിലായി ഞാൻ എങ്ങോട്ടാ ഇപ്പം പോകുന്നതെന്ന്. അതാ അനങ്ങാത്തത്. ഒന്ന് ശ്രദ്ധിച്ചേ, വചനമല്ലേ, ഒന്ന് ശ്രദ്ധിച്ചേ. എന്ന് പറഞ്ഞാൽ നിനവേക്കാർ വിജാതീയരാണ്. നമുക്ക് നാടൻ ഭാഷയിൽ മനസ്സിലാകത്തക്ക നില പറഞ്ഞാൽ നമ്മളെപ്പോലെ സുറിയാനിക്കാരല്ല. പിന്നെ ഈ സമയമെല്ലാം കൂടെ മെനക്കെട്ട് ഇത്രയും യാത്ര ചെയ്ത് ഞാൻ അവിടെ പോയി ശുശ്രൂഷിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കൊള്ളാല്ലേ? എന്നാ ഗ്ലോറി പറയാത്തെ?
ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ വിഭാഗീയത, അന്നേ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഈ വിജാതീയരെ രക്ഷിക്കണം. കാരണം സകല ഭൂവാസികളും അവങ്കലേക്ക് നോക്കി രക്ഷപ്പെടേണ്ടവരാണ്. പക്ഷെ യോനയെ പോലെയുള്ള ശുശ്രൂഷകന്മാർക്ക് യഹൂദന്മാര് മാത്രം കൂടുന്ന സഭ മതി. നിശബ്ദത കണ്ടോ? ഈ പാപത്തിനെതിരെ പ്രസംഗിക്കാൻ കേരളത്തിൽ എഴുന്നേക്കും ആരെങ്കിലും? നമ്മൾ ഈ വലിയ കഥയും തത്വവും ഒക്കെ പറയുമല്ലോ, എഴുന്നേറ്റുന്ന സ്നേഹത്തെക്കുറിച്ചൊക്കെ ഇങ്ങോട്ട് വിശദീകരിച്ചാൽ അതിൻ്റെ നീളവും അതിൻ്റെ ആഴവും. പക്ഷെ നീളം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനൊരു അതിരിട്ടിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഒന്നുകൂടെ ചിന്തിച്ചേ. കൃപ അനുഭവിച്ച യോന കൃപക്കെതിരായി നിൽക്കുന്നു. ഇതിനകത്ത് ആരോടെന്ന് എനിക്കറിയില്ല. കൃപ അനുഭവിച്ചവൻ കൃപക്കെതിരെ നിൽക്കരുത്. ദൈവത്തിന് നിനവയെ ഇഷ്ടമാണ്, പക്ഷെ യോനയ്ക്ക് നിനവയെ ഇഷ്ടമല്ല. ദൈവത്തിന് നിനവെ രക്ഷിക്കപ്പെടണം, യോനയ്ക്ക് നിനവെ ശിക്ഷിക്കപ്പെടണം. ഇത് പഴയ നിയമത്തിലെ വർഗീയതയും വിഭാഗീയതയും. പുതിയ നിയമം മോശമാ. പുതിയ നിയമത്തിലെ ശ്രേഷ്ഠ അപ്പോസ്തലനെ ഒന്നൊന്ന് ശ്രദ്ധിച്ചേ. സഭയുടെ ഉദ്ഘാടന പ്രസംഗം പുള്ളിയായിരുന്നു പത്രോസ്. ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെയാ ദൈവസഭയ്ക്കകത്ത് കയറ്റിയത്. ഈ അഭിഷക്തനോട് ദൈവം പറഞ്ഞു, കൊർന്നല്യോസിന്റെ വീട്ടിൽ ഒരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, പോണം. പത്രോസ് എന്താ പറഞ്ഞേ? വലിയ പാടാ. പ്രാർത്ഥിച്ചിട്ട് ഒരു നിയോഗം ഇല്ല കേട്ടോ. ഈ പെന്തക്കോസുകാർ ഇങ്ങനെ കള്ളങ്ങളും നുണകളും പറയാവോ? എന്നാ നേരത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രകാശം കാണുന്നില്ല. അതേസമയം വല്ല കുഞ്ഞച്ചൻ്റെയൊക്കെ നല്ല വീട്ടിലെങ്ങനെയാണ് പോകാനാണ് നിയോഗമെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ പ്രകാശം. കർത്താവിന് വിഷമമായി. ഞാൻ ഈ പറയുന്ന ആശയം യോനയോടുള്ള ബന്ധത്തിൽ ഗൗരവമായിട്ട് ചിന്തിക്കണം. കാരണം നിനവയെ മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോ ദൈവം തമ്പുരാന് മനസ്സിലായി, നിനവെ മാനസാന്തരപ്പെടണമെങ്കിൽ നിനവയിൽ മിഷണറിയായി പോകുന്ന യോന ആദ്യം മാനസാന്തരപ്പെടണം. കാരണം വിജാതീയരായ നിനവെക്കാരോട് പ്രസംഗിക്കാൻ യോനയ്ക്ക് മനസ്സില്ല. പത്രോസ്, കൊർന്നല്യോസ് അവൻ പുറജാതിക്കാരനാ, നടത്തിപ്പില്ലല്ലേ? വിട്ടോ ദൈവം? എന്റെ ചോദ്യം അതാ, വിട്ടോ? ദൈവം വിട്ടില്ല. ഒരു മയക്കം, പത്രോസിന് താമസിച്ച വീട്ടിലൊരു മയക്കം. പ്രോഗ്രാം ഡയറിക്കകത്ത സ്ഥലമില്ല, മുഴുവൻ പ്രോഗ്രാം കൊടുത്തേക്കുവാ. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, അച്ഛാ ഡേറ്റേ ഇല്ല, ഡയറിക്കകത്ത സ്ഥലമേ ഇല്ല. ഞാൻ പറയും ഭയങ്കര പ്രോഗ്രാം. അതല്ല, പിള്ളേർ ഡയറി മുഴുവൻ കുത്തി വരച്ചിട്ടേക്കുവാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പത്രോസിനെ നമ്മൾ പറയത്തില്ലേ, കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും തറയെ നിൽക്കാൻ വയ്യാത്ത വേറെ ഏതാണ്ട് അസുഖമാണ്. അങ്ങനെയൊക്കെ അങ്ങ് പരിചയപ്പെടുത്തിക്കളയും ചിലരെ. അത് കേട്ടില്ലെങ്കിൽ ചിലർക്ക് ക്ഷീണോ. എന്തിനാ ഇങ്ങനെ പൊങ്ങുന്നല്ലേ? പൗലോസ് പറഞ്ഞു, ഞാനാകുന്നത് കൃപയാലാണ്. കൃപയല്ലേ ദൈവമക്കളെ നമ്മളെ ഇവിടെ വരെ കൊണ്ടുവന്നത്? നമ്മൾ എന്തിനാ പിന്നെ പൊങ്ങുന്നത്? എന്തിനാ? ദൈവം ഉയർത്തുന്നതിനനുസരിച്ചൊന്ന് താണ് കൊടുത്തു നോക്കിക്കേ. നിന്റെ ഉയർച്ചയുടെ അളവ് ഈ ലോകത്തിലെ ഒരു ശക്തിയും അല്ല നിയന്ത്രിക്കുന്നത്, ഉന്നതനായ ദൈവം. മയക്കത്തിൽ പത്രോസ് കണ്ട ദർശനത്തിൽ നമുക്കറിയാം, ഒരു തുപ്പട്ടി. ദൈവം ഈ അഭിഷക്തനെ ഒരു തുപ്പട്ടി കാണിച്ചു കൊടുക്കുക. എന്ന് പറഞ്ഞാൽ കൊർന്നല്യോസ് മാനസാന്തരപ്പെടുന്നതിന് മുൻപ്
പത്രോസ് മാനസാന്തരപ്പെടണമെന്ന് കർത്താവിന് മനസ്സിലായി. പക്ഷെ നമ്മുടെ ആളുകൾക്കാർക്കും അപ്പോസ്തലന്മാർക്ക് മാനസാന്തരം വേണമെന്നുള്ള ഒരു വചന വെളിപ്പാടും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇൻക്ലൂഡിങ് മീ, ഞാൻ ഉൾപ്പെടെയുള്ള ടീമിൻ്റെ കാര്യം ഇപ്പം ഈ പറയുന്നത്. കർത്താവിന് മനസ്സിലായി പത്രോസ് മാനസാന്തരപ്പെടണം. അപ്പോൾ തുപ്പട്ടി നോക്കിയപ്പോൾ എല്ലാ ജീവജാലങ്ങളും ഈ തുപ്പട്ടിക്കകത്തുണ്ട്. ഞാൻ മറ്റെന്തോ വിഷയം പറഞ്ഞു വന്നപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയാം. എല്ലാ ജീവജാലങ്ങളും ഈ തുപ്പട്ടിക്കകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പത്രോസിനോട് കർത്താവ് പറയുന്നു, എഴുന്നേറ്റ് അറുത്ത് തിന്നുക. അറുത്ത് തിന്നുക എന്ന് പറഞ്ഞപ്പം പത്രോസ് കർത്താവിനോട് അവിടെ വർഗീയത പറയുന്നുണ്ട്. കർത്താവിനോട്, ഞങ്ങൾ ഈ മലിനമായതൊന്നും അങ്ങനെ ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലായിടത്തും ഒന്നും പോയി അങ്ങനെ പപ്സ് ഒന്നും തിന്നത്തില്ല. എൻ്റെ ലൂയ, ഇതൊക്കെ പറയുമ്പോഴല്ലേ തുള്ളേണ്ടത്. പക്ഷെ നമ്മൾ തുള്ളുകയില്ല. നിന്റെ സ്ഥിതി മാറ്റുമെന്നൊക്കെ പറഞ്ഞാൽ കസേര തള്ളിയിട്ട് സ്തുതിക്കും. ഞാൻ പറയുന്നത്, ഞാൻ ദൈവാത്മാവിനോട് പറഞ്ഞ ദൂത് ഞാൻ പറയുക, ആഴമായ മാനസാന്തരപ്പെട്ടവരുടെ ഇടയിൽ ഉണ്ടാവാതെ ദേശത്തൊരു മാനസാന്തരം ആരും പ്രതീക്ഷിക്കണ്ട. ഞങ്ങളുടെ അയൽക്കാരനായ, ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ്, ഞങ്ങളുടെ അയൽക്കാരനായ വി എ തോമസ് കേരളം കണ്ട ഏറ്റവും നല്ല പ്രസംഗകനെന്ന് ഞാൻ പറയൂ. തലക്കനമില്ലാത്ത, ജാടകളില്ലാത്ത വി എ തോമസ് ശരൺ ഫെലോഷിപ്പിലെ മെമ്പറായിരുന്നല്ലോ. 36, 37 വയസ്സുള്ള 39 വയസ്സിൽ താഴെയുള്ളപ്പോഴാണ് അദ്ദേഹം നിത്യതയിൽ പ്രവേശിക്കുന്നത്. ഞങ്ങളുടെ അയൽക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയെ വിവാഹം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മാതൃസഭയിലാണ്. ആമേൻ. കരുവാറ്റയിൽ ഞാൻ 83 പഠിക്കുമ്പോൾ എൻ്റെ മുറിയിൽ അദ്ദേഹം ഒരാഴ്ച താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം അറിയാം, നർമ്മരസം കലർത്തി വചനം വിഭജിക്കാൻ അതിശക്തനായിരുന്നു. എന്നാ സന്ദേശങ്ങളായിരുന്നു. ഒരു രാത്രി കരുവാറ്റയിലല്ലേ, പാടപ്രദേശമല്ലേ, കൊതുക് കുത്തി. അദ്ദേഹം രാത്രി എഴുന്നേറ്റിരുന്ന് കൊതുക് കടി കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, വി എ തോമസിനെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്കറിയാം, ഇങ്ങനെ നൂതിയ പുള്ളി താഴെ വീഴും. അത്രയ്ക്കും കനം കുറഞ്ഞൊരു മനുഷ്യനാണ്. ഹാഫ് കൈ ഷർട്ട് മാത്രമേ ഇടത്തുള്ളൂ, കറുത്ത പാൻറ്റും ഹാഫ് കൈ ഷർട്ടും. കനം, അയ്യോ നീ ചൊറിഞ്ഞു കൊതുകിന്. അപ്പം ഞാൻ ലൈറ്റ് ഇട്ടു. എന്നാ വെച്ചാ, ബ്രദറെ കൊതു എന്നെ കുത്തി. നമ്മളാണെങ്കിൽ അത്രേ പറയുള്ളല്ലേ. പക്ഷേ ആ പാതിരാത്രി 1-2 മണിയായി. എന്നിട്ട് അദ്ദേഹം പറയുക, കൊതുക് വി എ തോമസിനെ കണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും കുത്തത്തില്ല, കാരണം ഞാൻ കൊതുകിനേക്കാൾ ചെറുതാണ്. ആ പാതിരാത്രിയിലൊക്കെ അങ്ങനെ സ്വന്തം ശരീരത്തിൽ കൊതുക് കടിച്ചതിനെ നർമ്മം ചേർത്ത് പറയണമെങ്കിൽ എല്ലാവരെ കൊണ്ടും പറ്റുകയില്ല. അദ്ദേഹം അന്ന് കരുവാറ്റ ചർച്ചിൻ്റെ കൺവെൻഷനിൽ പ്രസംഗിച്ച മലയാള വാചകം ഇപ്പോഴും എൻ്റെ അകത്തുണ്ട്. മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നവർ മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ് മാനസാന്തരപ്പെടാനുള്ളവർ മാനസാന്തരപ്പെടാത്തത്. എന്നാ മലയാളം, വല്ല പിടിയും കിട്ടിയോ? മാനസാന്തരപ്പെട്ടവർ മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ് മാനസാന്തരപ്പെടാനുള്ളവർ മാനസാന്തരപ്പെടാത്തത്. ഇപ്രാവശ്യത്തെ നമ്മുടെ കൺവെൻഷൻ കഴിയുമ്പോൾ താങ്ങാനാവാത്ത ആത്മഭാരത്തോടെ വേണം ഇതിനകത്തുനിന്ന് ദൈവമക്കൾ എഴുന്നേൽക്കാൻ. കാരണം കാലങ്ങൾ ഇനി അധികമില്ല. കോവിഡിന്റെ ഒരു 3-ാം തരംഗമോ 4-ാം തരംഗമോ നമ്മെ പിടികൂടുകയില്ലെന്ന് ആര് കണ്ടു പ്രിയരെ? അങ്ങനെയെങ്കിൽ ഇടങ്കൈ വലങ്കൈ അറിയാതെ പാപത്തിൽ തുടരുന്ന ദേശത്തെ ആത്മാക്കൾ വിടുവിക്കപ്പെടുകയാണ് നമ്മുടെ യോഗങ്ങളുടെ ലക്ഷ്യം. അതിന് നാം ഒന്നാമതായി മാറിയേ പറ്റൂ. എഴുന്നേറ്റ് തിന്നാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഞങ്ങൾ മലിനമായതും അശുദ്ധമായതും തിന്നുകയില്ലെന്ന് ദൈവത്തോട് പറയാൻ കാര്യം, പത്രോസിനെ കാണിക്കത്തക്ക നിലയിൽ ആ തുപ്പട്ടിക്കകത്ത് പന്നിയെ ആയിരിക്കും കർത്താവ് ഫ്രണ്ടിൽ സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം യഹൂദൻ പന്നിയെ കഴിക്കത്തില്ല, യഹൂദൻ പന്നി ഇറച്ചി കഴിക്കത്തില്ല. അപ്പം ഈ പന്നിയെ കണ്ടോണ്ടാണ് ഇതെൻ്റെ അനുമാനമാണ്, നാളെ വാട്സാപ്പിലൊന്നും വിടരുത്, എൻ്റെ ഒരു അനുമാനം. അല്ലെങ്കിൽ പിന്നെ ഈ തുപ്പട്ടിക്കകത്ത് ഇത്രയും ജീവജാലങ്ങളുള്ളപ്പം അതിനകത്തെ പലതും നമ്മൾ കഴിക്കുന്നതല്ലേ, അതിനകത്ത് പലതും കഴിക്കാവുന്നതല്ലേ. പുള്ളി ഈ തുപ്പട്ടി കണ്ടപാടെ ഞങ്ങൾ മലിനമായതൊന്നും തിന്നുകയില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. പന്നിയെ സെറ്റ് ചെയ്ത് വിട്ടിരിക്കുക കർത്താവ് മേളിൽ നിന്ന്. ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നുകൂടെ പറയാൻ, ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്നിട്ട്
ഈ കുടുംബമഹിമയും പാരമ്പര്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ഒന്നുകിൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചിട്ട് ഇതുങ്ങളെ നടുക്കിരുത്തണം. ഹല്ലേലൂയ. എന്നിട്ട് ബാക്കിയുള്ളവർ വെറുതെ വട്ടമിരിക്കുമല്ല, കൃപയുള്ളവനെ ചുറ്റും ഇരിക്കാവൂ, അല്ലെങ്കിൽ അവന്റെ മണ്ടയിലെ അടിച്ച് നിന്റെ മണ്ടേ കയറും. യേശുവിന്റെ രക്തം ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് വേണ്ടി ചിന്തിയതല്ല. രാത്രി ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ പറയട്ടെ, മനുഷ്യവർഗത്തിന് പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ, അത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണ്. എത്ര മൈലുകൾ നീ നടന്നാലും, എത്ര പണം നീ ചിലവഴിച്ചാലും, എത്ര ത്യാഗം നീ ചെയ്താലും, ഏതെല്ലാം ആചാരങ്ങൾ നീ അനുഷ്ഠിച്ചാലും, യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വരുന്നില്ലെങ്കിൽ പാപമോചനമില്ല. ആമേൻ. പാപമോചനത്തിന് ഏകമാർഗം യേശു അത്രേ. ദൈവം തമ്പുരാൻ തിരിച്ച് പത്രോസിനോട് പറഞ്ഞൊരു ഉത്തരവുണ്ട്. ദൈവം ശുദ്ധീകരിച്ചതിനെ പറഞ്ഞാൽ ഞാൻ ശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് നീ വയ്ക്കാതിരിക്കരുത്. ആ ഒറ്റ ദൂതിൻ്റെ മുമ്പിൽ പത്രോസ് മാനസാന്തരപ്പെട്ടു. അപ്പം 2-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ ഒറ്റ പ്രസംഗം കൊണ്ട്, 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിലൊക്കെ പഠിക്കുമ്പോൾ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേര് മാനസാന്തരപ്പെട്ടെങ്കിലും പത്രോസ് മാനസാന്തരപ്പെട്ടത് 10-ാം അധ്യായത്തിലാണ്. അല്ലേലിയൊക്കെ ഒരു ക്ഷീണമുണ്ട്. ഹല്ലേലൂയ. ഒന്നുമല്ല, അവിടെ നന്നാകാതെ ഞാൻ പറയുക, ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ശുശ്രൂഷിച്ച ഈ പകൽ യോഗത്തിൽ ആവേശത്തോടെ വയ്യാഞ്ഞിട്ട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തിരുവെഴുത്ത് നമ്മൾ കയ്യിൽ വെച്ചോണ്ട് എങ്ങനെയാ വേർപെട്ട വിശുദ്ധന്മാരുടെ ഇടയിൽ ജാതി വിവേചനമുണ്ടായത്? എങ്ങനെയാ ചർച്ച് ഓഫ് ഗോഡിൽ ഡിവിഷൻ ഉണ്ടായത്? അത് ബിബ്ലിക്കലാണോ എന്നാ എന്റെ ചോദ്യം. അത് പാപമല്ലേ? കൊച്ചു കേരളത്തിൽ പരസ്യമായി പച്ചയ്ക്ക് പാപം ചെയ്തേച്ച് ഏത് യേശുവിനെയാ നമ്മൾ പ്രസംഗിക്കുന്നത്? ആമേൻ. വയനാട്ടിൽ കിടക്കുന്ന ആദിവാസികളുടെയും പാപമോചനത്തിന് വേണ്ടിയാ എന്റെ കർത്താവിന്റെ രക്തം ചിന്തിയത്. പോരാ കേട്ടോ. നമ്മുടെ ഇടയിൽ ശത്രു കെട്ടിപ്പൊക്കിയ ഒരു മതില്, ഈ പാരമ്പര്യത്തിന്റെ മതില, അത് ഇടിച്ചു പൊളിക്കാതെ, ആ മനസ്ഥിതി ഒന്നും മാറാതെ ദൈവാത്മാവ് ഇടപെടുന്നു. ഇന്ന് രാത്രി സഭകളോട് ഇടപെടുന്നു. മാനസാന്തരപ്പെട്ടേ മതിയാവും. പ്രസംഗവും പ്രബന്ധ അവതരണവും പ്രസംഗ മത്സരമൊക്കെ നിർത്തിയേച്ച് സംഭവിച്ചു പോയ കേരളത്തിൽ പരസ്യമായി വചന വിരുദ്ധമായ പാപ നടപടികൾ പ്രവേശിച്ച് ഇന്നും ആത്മീക ഭരണം നടത്തുന്നു എന്ന് അഭിമാനിക്കുന്നവർ പുസ്തകത്തിലേക്ക് മടങ്ങി വരണം. പത്രോസ് പറഞ്ഞു പൊക്കോളാമെന്ന്. ആ ഒറ്റപ്പോക്കിൽ മാനസാന്തരപ്പെട്ട പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്ന് ഒരു ചെറിയ മെസ്സേജേ പറഞ്ഞുള്ളൂ. ആ കുടുംബം സ്നാനപ്പെട്ട് ദൈവസഭയ്ക്കകത്ത് കയറി. അതാ സുവിശേഷം കേട്ടോ. സുവിശേഷത്തിൻ്റെ ഈ ഒരു വശം മാത്രം പ്രസംഗിച്ച് അധികം കാലം നമ്മളെ മുമ്പോട്ട് വിടുമെന്ന് തോന്നുന്നില്ല കർത്താവ്. കാരണം വചനം വിട്ടുള്ള കളിയാണ് നമ്മുടെ ഇടയിൽ. മടങ്ങി വന്നേ മതിയാകൂ. അപ്പോൾ യോന പോകാത്തതിൻ്റെ കാര്യം മനസ്സിലായോ? അവർ വിജാതീയരാണ്. പിന്നെ ഇത്രേ ദൂരെ യാത്ര. പിന്നെ ദൈവത്തെക്കുറിച്ച് അറിയാമല്ലോ. അവർ അനുദപിക്കും, പാപമേറ്റു പറയും, ദൈവം അവരോട് ക്ഷമിക്കും. അവരെല്ലാം കൂടെ ചുരുക്കി പറഞ്ഞാൽ മാസയോഗത്തിന് കയറി വരും. അയ്യോ, ഞാനുണ്ടല്ലോ, ഞാൻ ഇതിനൊക്കെ എനിക്ക് അലറണമെന്നുണ്ട്.
അലറുക എന്നല്ല, എൻ്റെ ഭാഷ പറഞ്ഞ കാരണമെന്നുണ്ട്. ആമേൻ. പക്ഷെ നമുക്കങ്ങോട്ട് ഇതങ്ങോട്ട് ഈ ക്യാപ്സൂൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ലല്ലോ. പലരുടെയും തൊണ്ടക്കിരിക്കുക. ഇത് മടങ്ങി വന്നാൽ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, 25 വർഷം മുമ്പ് 40-20 അളവിൽ പറഞ്ഞ ഹോൾ എന്താ ഇപ്പോഴും പൊളിക്കാത്തേ? ഇപ്പോഴും എന്താ പൊളിക്കാത്തേ? 1000 പേർക്കിരിക്കാവുന്ന ഒരു ഹാള് പണിയാൻ എന്തേ ഈ വിടുതലിന്റെ സന്ദേശം വഹിക്കുന്ന നമുക്കാവുന്നില്ല? അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല പ്രിയരെ, ഈ പുസ്തകം പ്രസംഗിക്കാനും പഠിപ്പിക്കാനും മാത്രമുള്ള ആയുധമായി മാറിപ്പോയി. പക്ഷെ ഇത് ജീവിക്കാനുള്ള പ്രമാണമാണെന്ന സത്യം പലരും മറന്നുപോയി. ഇത് മടങ്ങി വരവിന്റെ കാലമാണെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞാൽ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞൊന്ന് എനിക്കറിയാം. എൻ്റെ സുഹൃത്താണ് പുൽപ്പള്ളിക്കടുത്ത് പാർത്ത് ട്രൈബൽസിൻ്റെ ഇടയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ഞാൻ ആദ്യമായി ട്രൈബൽസിൻ്റെ ഇടയിൽ പോയി. നമ്മളീ പ്രസംഗിച്ചാൽ മാത്രം പോരല്ലോ. അപ്പോൾ അവിടെ കാട്ടിനകത്താ ആ ദൈവദാസൻ്റെ ചർച്ചിലേക്ക് ഒന്ന് ചെല്ലണം കേട്ടോ. എൻ്റെ ദൈവമേ, ആദിവാസികളുടെ ആത്മാവിലുള്ള ആരാധനയൊക്കെ കണ്ടാൽ ചേലും ചെമ്പ്രാന്തമൊന്നുമില്ല, നമ്മളെപ്പോലെയൊന്നുമല്ല സാരി ചുറ്റുന്നത്. ഇവിടുന്ന് എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഈ തോളയിൽ ഇങ്ങനെ കെട്ടു. അവരെങ്ങനെയാണ് കെട്ടുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ വിചാരിച്ചാൽ ആ കെട്ട് കെട്ടാനും പറ്റത്തില്ല അങ്ങനെ. പക്ഷെ അവർ തുള്ളിച്ചാടി യേശുപ്പാ എന്ന് പറഞ്ഞ് ആരാധിക്കുക. ഞങ്ങളൊരു കോളനി പോയി. അവിടെ ചെന്നപ്പം കബനിപ്പുഴയെന്ന് പിടിച്ച ഞണ്ടിൻ്റെ കറി വെക്കുക അവരവിടെ. അച്ചായി എന്നാണ് വിളിക്കുന്ന പാസ്റ്ററെ. അപ്പം പാസ്റ്ററോട് പറഞ്ഞു, അച്ചായി ചോറുണ്ടേ പോകാവൂ കേട്ടോ. ഞാൻ തീർന്നു അതോടെ. പിന്നെ നമ്മളിങ്ങനെ വെള്ളയൊക്കെ ഇട്ട് ഭയങ്കര ശുശ്രൂഷയാ. പിന്നെ യേശു സ്നേഹിക്കുന്നു, യേശു മരിച്ചു, ഭാവികൾക്ക് വേണ്ടി തകർക്കുകയല്ലേ. എനിക്ക് മനസ്സിലായി നമ്മളെ ശരിയാക്കാൻ കൊണ്ടിട്ടതാണ്. അപ്പം ഷാജി എന്നെ കണ്ണു കാണിച്ചു, മിണ്ടരുതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഷാജി എന്തോ ചെയ്യുന്നു? ഒരു രക്ഷയില്ല, ഇവിടുന്ന് കഴിക്കാതെ പോയാൽ അവർ കൊല്ലുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദേ കബനിപ്പുഴയെന്ന് പിടിച്ച് ഞാൻ ഞണ്ണുണ്ടല്ലോ, അത് അതുപോലെ ഇരിക്കുക. അതിന് ഒരു ഭാവമാറ്റവും സംഭവിച്ചിട്ടില്ല. പച്ചല പറിച്ചിട്ടാണ് കറി വെക്കുന്നത്. വനത്തിലെ ഔഷധ ചെടിയുടെ ഇലയാണ്. ആ ചാറൊക്കെ കുടിക്കേണ്ടതെന്ന് പറഞ്ഞ ഔഷധമാണ്. അപ്പോൾ എനിക്ക് ഈ വചനമെല്ലാം ഓർമ്മ വന്നു. ആമേൻ. സകല മനുഷ്യവർഗത്തിനു വേണ്ടിയാണ് യേശു മരിച്ചതെങ്കിൽ എന്നോടൊപ്പം അപ്പം മുറിക്കേണ്ട ആളാണ്. അവരുടെ വീട്ടിലാ ഭക്ഷണത്തിന് ക്ഷണം. എനിക്ക് വേറെ ചില ശ്രേഷ്ഠന്മാരെ ഞാൻ പേര് പറയത്ത ആളാണ്. ഞാൻ വേറെ ചില ശ്രേഷ്ഠന്മാരെ എനിക്കറിയാം. ഞാൻ ഇന്നലെ മുതൽ ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഒരു 3 ദിവസം കഴിയാതെ, കാരണം ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ഞങ്ങൾ ഈ ദിവസങ്ങളിൽ. പിന്നെ ചിലർക്കാണെങ്കിൽ ആ ടൈം ആവും, എന്നാന്നറിയത്തില്ല, 4 മണി മുതൽ ഒരു ഗ്യാസ് അങ്ങോട്ട് കയറിയിട്ട് നിന്നെയൊക്കെ നോക്കി വെച്ചേക്കുക. ഈ ചില വീട്ടിൽ ചെല്ലുമ്പോൾ ഗ്യാസ് കയറ്റം. ഒന്നിൽ ആ സഭയിൽ നിന്ന് പോകണം, അല്ലെ ആ പഞ്ചായത്തിൽ നിന്ന് പോകണം. ആ സഭയെങ്കിലും ഒന്ന് നന്നാവട്ടെ. എന്നിട്ട് ഈ കുശുമ്പും ഈ ജാടയെല്ലാം കാണിച്ചിട്ട് ഞായറാഴ്ച അങ്ങോട്ട് എഴുന്നേറ്റ് പിടിച്ചിരുത്തണം അവനെ അവിടെ. ആ പുള്ളി പ്രബോധിപ്പിച്ച സഭായോഗം നിർത്തുന്നത്. മാനസാന്തരപ്പെടാൻ ദൈവാത്മാവ് ഇടപെടുകയായി ഇന്ന് രാത്രി. ആമേൻ. രണ്ടും കൽപ്പിച്ച് ഞാൻ വലിച്ചങ്ങ് കീറി. വേറെ ആരെയല്ല, ഞണ്ടിനെ. അവര് പോലും ഇത്രയും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചാവച്ച് കണ്ണ് ഞാൻ മുറുകെ അടച്ചു, കാരണം എനിക്കൊന്നും കാണണ്ട. കണ്ണും മുറുകെ അടച്ച് ഞാൻ ചാവച്ച്. അവിടുന്ന് ആ കോളനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി കാവളം തൊനിച്ച പോവും. ഞാനതുകൊണ്ട് അനുഭവം ചേർത്ത് തുറന്നു പറയുക. കൃപ അനുഭവിച്ച യോന കൃപയ്ക്കെതിരായി നിൽക്കുന്നു. മാനസാന്തരത്തിന്റെ മഹത്വം അറിഞ്ഞവൻ, അല്ലെ, മാനസാന്തരത്തിലേക്ക് ആത്മാക്കളെ നേടിയവൻ, ഒറ്റ പ്രസംഗം കൊണ്ട് നേടിയവൻ മാനസാന്തരത്തിനെതിരെ നിൽക്കുന്നു. ഈ മതിലേതാണെന്ന് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ ഇടയിൽ ഈ മതിലുണ്ട്. അതിൻ്റെ ഉയരം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. സകല ഭൂവാസികൾക്ക് ഓടിക്കയറാനുള്ള ഇടമാണ് പുതിയ നിയമസഭ എന്ന വെളിപ്പാട്. അകത്ത് കിട്ടിയ ദൈവമക്കൾ ആ മതിൽ തകർന്നു വീഴേണ്ടതിന് ഇന്ന് രാത്രി
ഈ വചനത്തിന്റെ വാളുമായി എഴുന്നേൽക്കണം. അപ്പോ ഹോശേയയോട് ദൈവം പറഞ്ഞു, വസതി യോന പ്രതികരിച്ച പോലെ പ്രതികരിച്ച്. എനിക്ക് ആ ഭാവമൊക്കെ ഇഷ്ടമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കാരണം നിനവെ മാനസാന്തരപ്പെടാൻ ഒരൊറ്റ ദൂത് മതിയായിരുന്നു. പക്ഷെ യോനയെ മാനസാന്തരപ്പെടുത്താൻ വേദോസം പഠിച്ചാൽ ഏതാണ്ട് 5 or 6 കൽപ്പിച്ചാക്കലുകൾ വേണ്ടി വന്നു ദൈവത്തിന്, ഇല്ലേ? ആദ്യം പെരുങ്കാറ്റടിപ്പിച്ചു, പിന്നെ മത്സ്യത്തെ കൽപ്പിച്ചാക്കി, പിന്നെ ആ മത്സ്യത്തോട് കരയ്ക്ക് ഛർദ്ദിക്കാൻ പറഞ്ഞു, പിന്നെ പുഴുവിനെ കൽപ്പിച്ചാക്കി, ആവണക്ക് കൽപ്പിച്ചാക്കി, പിന്നെ ഉഷ്ണക്കാറ്റടിപ്പിച്ചു. ഇത്രയും കൽപ്പനകൾ ആർക്ക് വേണ്ടിയാ? ഒരു യോനയുടെ മാനസാന്തരത്തിന് വേണ്ടി. നിനവയ്ക്ക് മാനസാന്തരപ്പെടാൻ ഒരൊറ്റ ദൂത് മതിയായിരുന്നു. പക്ഷെ മാനസാന്തരം പ്രസംഗിക്കുന്നവനെ മാനസാന്തരപ്പെടുത്താൻ 5 or 6 കൽപ്പിച്ചാക്കലുകൾ വേണമായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന കാര്യം ഇതാ, കർത്താവേ, മാറേണ്ട മേഖലകൾ എവിടെയാണ് മാനസാന്തരം വേണ്ടത്? ഞാൻ ദൈവമക്കളോട് പറയുക, ലോക്കൽ സഭകളിൽ തന്നെ മിണ്ടാതിരുന്നിട്ട് തിരുവത്താഴം എടുക്കുന്നവരുണ്ട്. പ്രിയരെ, തുടരരുതത്, അത് തുടരരുത്. ചിലർ പറയുന്നത് അങ്ങനെ അപ്പം ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നെന്നാ, തന്നെത്താൻ ശോധന ചെയ്യാതെ ഇത് തിന്നാൽ ഒന്നും വരുന്നില്ലല്ലോ എന്നാ. ഒന്നും വരുന്നില്ല. എലി വിഷം തിന്നേ ചോടുന്ന പോലെ ഉള്ളൂ. കുറേ ദൂരം ഈ എലി ഓടും, പക്ഷെ ഏതെങ്കിലും ഒരു ചാക്കോച്ചായൻ്റെ കപ്പക്കാലായി ചെന്ന് തീരും. അതുകൊണ്ട് അപ്പം മുറിക്കാൻ എടുക്കുമ്പോ ഞാൻ നിൽക്കുന്ന സഭയിൽ ആരോടെങ്കിലും പകയുണ്ടോ, പിണക്കമുണ്ടോ, വിദ്വേഷമുണ്ടോ എന്ന് ശോധന ചെയ്ത് ഒരു ശുദ്ധീകരണത്തോടെ ദൈവസഭയിൽ കൂട്ടായ്മ ആചരിച്ചു പോകാൻ ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവമക്കളെ, അങ്ങനെ ഒരു ശുദ്ധീകരണത്തിലേക്ക് വന്നാലേ നമ്മുടെ ഇടയിൽ ഒരു ശക്തീകരണം ഉണ്ടാവുകയുള്ളൂ. ശുദ്ധീകരണം ഇല്ലാത്തത് കൊണ്ടാ ശക്തീകരണത്തിന് 6 പാട്ടൊക്കെ പാടേണ്ടി വരുന്നത്. ശുദ്ധീകരണം വെളിപ്പെട്ട് കഴിഞ്ഞാൽ നീ ദൈവസന്നിധിയിൽ ചുമ്മാതെ നിന്നൊന്നും മൂളിയാൽ മതി, നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ അതിശക്തിയോടെ വ്യാപരിക്കും. റീജിയൻ കൺവെൻഷൻ ആയതുകൊണ്ടാണ് ജനത്തോട്, സഭകളോടൊക്കെ ദൈവാത്മാവ് ഇടപെടുന്നത്. ദൈവാത്മാവ് എന്നെ അങ്ങനെ നിയോഗിക്കുന്നു. അപ്പോ ഹോശേയ വിവാഹം കഴിച്ചു. എന്തിനാണെന്ന് ഈ പുസ്തകം നമ്മൾ വായിച്ച വാക്യത്തിലുണ്ട്. ഈ ജനം യഹോവയെ വിട്ട് പരസംഗം ചെയ്തിരിക്കുന്നല്ലോ. അതിന് ഹോശേയ എന്തിനാ ഇങ്ങനെ കല്യാണം കഴിച്ചത്? അവിടെ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ, രാജാവില്ലാതെ, പ്രഭുവില്ലാതെ, യാഗപീഠമില്ലാതെ, യാഗമില്ലാതെ, പുരോഹിതനില്ലാതെ, ധാർമ്മിക മൂല്യം ക്ഷയിച്ച് അസന്മാർഗികതയുടെ പര്യായമായി ഇസ്രായേൽ ജനം യഹോവയെ വിട്ടുപോയി എന്നുള്ളതാണല്ലോ ഇതിനകത്തെ പ്രധാന പ്രമേയം. ദൈവം തന്നെ പറയുന്നത്, ഹോശേയ, നീ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ ഞാൻ നിന്നോട് പറയുന്നതിൻ്റെ കാര്യം, നീ സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ടവളെ ഭാര്യയായി ചേർത്ത് പിടിച്ച് നടന്നല്ലേ ശുശ്രൂഷിക്കാൻ പോകുന്നത്? ഇതുപോലെ എനിക്ക് ഈ ജനത്തെ ചേർത്ത് നിർത്താൻ മനസ്സുണ്ട് കുഞ്ഞെ. അതിന് നിന്നെ ഞാനൊരു ഉപകരണമാക്കുക. അതുകൊണ്ട് നീ ഒന്ന് തകർക്കപ്പെടേണ്ടി വന്നേക്കും. മനസ്സിലാകുന്നുണ്ടോ? ചിലരെ ദൈവം അങ്ങനെയാ ഉപയോഗിക്കുന്നതെന്ന് വല്ലതും മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ, ദൈവം ഇസ്രായേൽ ദൈവത്തെ വിട്ടുപോയിട്ടും ഇസ്രായേലിനെ ദൈവം സ്നേഹിക്കുന്നുണ്ടെന്നും ദൈവത്തിന് ഈ ജനത്തെ ചേർത്ത് നിർത്താൻ മനസ്സുണ്ടെന്നും ഈ ചിത്രീകരണത്തിലൂടെ, ഈ സംഭവത്തിലൂടെ ദൈവം പരസ്യമാക്കുക. അപ്പൊ ദൈവത്തിന് തന്റെ ജനത്തോടുള്ള സ്നേഹവും ദൈവം തന്റെ ജനത്തിന് നൽകാനിരിക്കുന്ന വിടുതലും ആരെ മുമ്പിൽ വെച്ചാണ് ദൈവം കൈമാറുന്നത്? ഹോശേയയെ. അവൻ ഒരു സമൂഹത്തിന്റെ വിടുതലിന് വേണ്ടി, ഒരു ദേശത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഹോശേയയെ പോലെ തകർക്കപ്പെടാൻ വിട്ടുകൊടുക്കാൻ മനസ്സുള്ള
ചിലരെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിതനകത്ത് അന്വേഷിക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ ആ ദൂതിലേക്കൊന്ന് വന്ന് നിർത്തട്ടെ. ദൈവത്തിന്റെ സ്വഭാവം അതാ, ചേർത്ത് പിടിക്കുന്ന ദൈവം. ലൂക്കോസിന്റെ സുവിശേഷം, മത്തായി സുവിശേഷമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കല്യാണ നിശ്ചയം കഴിഞ്ഞു യോസേഫിന്റെ മറിയയുമായിട്ട്. പക്ഷെ ഇവർ ഭാര്യയും ഭർത്താവുമായി ചേർന്ന് വരും മുൻപ്, ഒരുമിച്ച് ജീവിക്കും മുമ്പ് യോസേഫ് അറിയുന്നു മറിയ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നെന്ന്. ഹോശേയോട് ഇടപെട്ട അതേ ദൈവത്തിൻ്റെ ദൂതൻ യോസേഫിനോട് ഇടപെട്ടിട്ട് എന്താ പറഞ്ഞേ? നീ അവളെ ചേർത്തുകൊള്ളുവാൻ മടിക്കരുത്. കാരണം ദൈവം തമ്പുരാൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ? ആ മറിയയുടെ ഉദരത്തിൽ ആ വിടുതൽ, മനുഷ്യവർഗത്തിൻ്റെ വിടുതൽ നൽകാൻ, മനുഷ്യവർഗത്തിന് വിടുതൽ നൽകാൻ വെളിപ്പെട്ട ദൈവപുത്രൻ ആ ഉദരത്തിലാ കിടക്കുന്നത്. അപ്പം യോസേഫ് മറിയയെ ചേർത്ത് പിടിക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് മനസ്സിലായോ? ഒരു സമൂഹത്തിന്റെ, മുഴുലോകത്തിന്റെ വിടുതലിന്. എനിക്ക് യോസേഫിനോടൊക്കെ ഒപ്പം ഒന്ന് നിന്നാ കൊള്ളാവുന്നുണ്ട്. ആ മനുഷ്യനൊക്കെ എന്തായിരിക്കും ആ മനസ്സല്ലേ? കണ്ടോ, വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ, അവർ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. മറിയം ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നെന്ന് അറിഞ്ഞിട്ടും ദൈവം ഇടപെട്ടിട്ട് പറയുക, ചേർത്ത് പിടിക്കണം അവളെ. യോസേഫ് അവളെ ചേർത്ത് പിടിച്ചു. ഇതാണ് ദൈവസ്നേഹം, ഇതാണ് ദൈവസ്നേഹം. ആമേൻ. ഇനി യേശു യോസേഫിന്റെ മകനല്ലല്ലോ, യേശു യോസേഫിന്റെ മകനല്ലല്ലോ. പക്ഷെ യേശുവിനെയും യോസേഫ് 30 വയസ്സുവരെ ന്യായപ്രമാണത്തിന്റെ കണക്കനുസരിച്ച് യേശു ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതുവരെ തന്റെ മകനല്ല യേശു എന്ന് യോസേഫ് അറിഞ്ഞിട്ടും ആമേൻ, ആ യേശുവിനെ യോസേഫ് ചേർത്ത് പിടിച്ചു. കാരണം യോസേഫിനറിയാം, മനുഷ്യവർഗത്തിന്റെ വിടുതലിന് എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം കണ്ടിരിക്കുക. പുതിയ നിയമസഭയെ ദൈവം ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് മാസയോഗം നടത്താനും സഭായോഗം നടത്താനുമാണെന്ന് കരുതരുതേ പ്രിയപ്പെട്ടവരെ. കമ്മിറ്റി കൂടാനും ജനറൽ ബോഡി കൂടാനും പദവികൾ ഉണ്ടാക്കാനുമാണെന്ന് കരുതരുതേ. ഈ രാജ്യത്തിന്റെ വിടുതലിന്, ഈ ലോകത്തിന്റെ വിടുതലിന് ദൈവം ഈ ഭൂമിയിൽ എന്നെയും നിങ്ങളെയും ആക്കി വച്ചിരിക്കുന്നു. ക്രൂശിലേക്ക് നോക്കിക്കേ, ക്രൂശിലേക്ക് കള്ളൻ പ്രാർത്ഥിച്ചു, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ ഓർക്കണം. എനിക്കതൊക്കെ പ്രസംഗിക്കാൻ എനിക്കറിയത്തില്ല, എന്നാ സുവിശേഷം അതൊക്കെ അല്ലേ. ഞാൻ വാസ്തവത്തിൽ വർഷങ്ങൾ പഴക്കമുള്ള സഭകളിൽ ഇരുന്നിരുന്ന് മടുത്തിട്ട്, കാരണം എനിക്കും വലിയ ഗുണമില്ല, സഭയ്ക്കും വലിയ ഗുണമൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കുക, സഭായം നടത്തുക, ദശാംശം കുഴപ്പമൊന്നുമില്ല. ഉപവാസ പ്രാർത്ഥനയുണ്ട്. ഇനി 21 ദിവസം ഉപവാസ പ്രാർത്ഥന നോക്കുകയാണെങ്കിൽ 21 ദൈവദാസന്മാർ പോയി പിണങ്ങൊന്നും ചെയ്യരുത്. ഈ 21 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാലും വലിയ മാറ്റമൊന്നും ഇതിനകത്ത് ഇല്ല. പിണങ്ങിയിരിക്കുന്നവർ ഇപ്പോഴും എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ഉപവാസം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒന്നിനൊന്ന് മെച്ചമായിരുന്നു വന്നവരെല്ലാം. കാരണം വരുന്നവരെല്ലാം നുണയാ പറയുന്നത്, നുണ, പച്ച നുണ. ഞാൻ ചോദിക്കട്ടെ, ആ സഭയ്ക്കകത്ത് ജോയിന്റ് സെക്രട്ടറിയും ട്രഷററും തമ്മിൽ മിണ്ടിയിട്ട് 4 മാസമായിരുന്നു. ഏത് സഭയാണെന്നൊന്നും എനിക്കറിയത്തില്ല, അങ്ങ് പറഞ്ഞതാ. ആ ഏലിയമ്മ സഹോദരിയും സൂസി സഹോദരിയും തമ്മിൽ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് മാസങ്ങളായി. ആ സഭയിലെ ഉപവാസം വന്ന ദൈവദാസൻ ഈ സൂസിയുടെ തലയെ കൈവച്ച് പറയുന്നത് എന്നാന്നറിയോ? നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അത് നുണയല്ലേന്ന് എന്നാ ഗ്ലോറി പറയാത്തെ? അവിടെ ദൈവാത്മാവ് ദൂത് പറയുന്നെങ്കിൽ സൂസി മടങ്ങി വരണം. കൂട്ടു സഹോദരിയോട് മിണ്ടാതെയും പറയാതെ തിരുവത്താഴത്തിൽ പങ്കെടുത്തും കൈയടിച്ച് അന്യഭാഷ പറഞ്ഞു ആത്മീയം അഭിനയിക്കുന്നതിൽ നീ മടങ്ങി വന്നാൽ നിന്റെ സ്ഥിതിക്ക് ഭേദം വരുമെന്ന് പറയണ്ടേ? എന്റെ സംശയത,
ഞാനും ദൂത് പറയുന്ന ആള് തന്നെയാ. അതല്ലേ ദൈവാത്മാവിന്റെ ദൂത്. പക്ഷെ വരുന്നവർക്കാർക്കും ഇത് വെളിപ്പെടുകയില്ല. ദേ ഇങ്ങനെയുള്ള ടീമിനെ കയറ്റാതിരിക്കാവോ? ആരെങ്കിലും ഇതിനകത്തോണ്ടെ പിണങ്ങൊന്നും ചെയ്യരുത്. ദൈവം തമ്പുരാനെ ഓർത്ത് നുണ പറച്ചിൽ നിർത്ത. പിണങ്ങിയിരിക്കുന്നവർ പിണങ്ങിയിരിക്കാൻ തന്നെ പറയുന്നേ. ദൈവം നിനക്ക് ആ വേദി അല്ലെങ്കിൽ മറ്റൊരു വേദി തരും. കഴിഞ്ഞ 2.5 വർഷം എൻ്റെ കൂടെ നിന്നൊരു ദൈവദാസൻ ഒരു സ്വതന്ത്ര സഭയുടെ ചാർജ് കിട്ടിയപ്പം പോയി. കഴിഞ്ഞ ഞായറാഴ്ച പോയത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്. ബ്രദറെ, ശുശ്രൂഷയുള്ളവൻ, വചനത്തിനകത്ത് നിന്ന് ശുശ്രൂഷിക്കുന്നവൻ ചുമ്മാ കയ്യും കെട്ടി റോഡിൻ്റെ സൈഡിൽ നിന്നാൽ മതി. അവനെ ആളുകൾ വന്ന് പിടിച്ചുകൊണ്ട് പോകും. പക്ഷേ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുക, ഫ്രീ ആണല്ലോ. പിന്നെ ഞാൻ ഫ്രീ ആണല്ലോ, അതല്ല റോഡ് സൈഡിൽ നിൽക്കുന്നേ. കൊണ്ടുപോകും. ആ ഒറ്റ യോഗം കൊണ്ട് നിൻ്റെ ഷേപ്പ് മാറും. അവിടെ വന്നവർ അന്നേരം 4 മീറ്റിങ്ങിന് ബുക്ക് ചെയ്യും. അങ്ങനെ കത്തി കയറും. നുണ പറഞ്ഞ് കാശുണ്ടാക്കരുത്. ഇതെല്ലാം സഭകളെ നശിപ്പിക്കുന്നതാ. സഭകളിൽ ശുദ്ധീകരണം നടന്നേ മതിയാവും. കള്ളനോട് കർത്താവ് എന്താ പറഞ്ഞേ? ഇന്ന് നീ എന്നോടുകൂടെ ചേർത്ത് പിടിക്കുക. ദേശവാസികളെ, ഇതാ കർത്താവിൻ്റെ സ്നേഹം. എത്ര കൊടും പാപിയാണെങ്കിലും അവൻ ചേർത്ത് പിടിക്കുക, ചേർത്ത് പിടിക്കുക. ആമേൻ. അങ്ങനെയെങ്കിൽ ഹോശേയയോട് പറഞ്ഞ, ഞാൻ പ്രസംഗിക്കാതെ അടുത്ത വാചകങ്ങൾ പറഞ്ഞു നിർത്തട്ടെ. ഹോശേയയോട് പറഞ്ഞ ഈ 6-ന്റെ 2-ാം വാക്യം 3-ാം വാക്യം, അതെന്താ ദൂതിൻ്റെ രത്ന ചുരുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ? 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. അതിൻ്റെ രത്ന ചുരുക്കം എന്താണ്? വിടുതലിൻ്റെ ഒരു 3-ാം നാളുണ്ട്. ജനം എത്ര പാപത്തിൽ തുടരുന്നു, ജനം എത്ര വഷളത്തിൽ തുടരുന്നു. നീ ഹോശേയ, നീ അപമാനം സഹിച്ചല്ലേ നടക്കുന്നത്? ഗോമരനെ, സമൂഹത്തിൽ ഗണികയായ സ്ത്രീയായ ഗോമരനെ ഭാര്യയായി ചേർത്ത് പിടിച്ചേക്കുക. ദൈവദാസൻ പോകുന്നിടത്ത് കൂവുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ ഗോമർ അവളുടെ തോളിൽ കൈയിട്ടിട്ട് ചേർത്ത് പിടിക്കും. കാരണം ഹോശേയയ്ക്കറിയാം, അതെന്റെ കൈയല്ല, പാപിയെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ കൈയാണ് ഗോമരനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മനസ്സ് തകർന്ന് ശുശ്രൂഷയിൽ നീങ്ങിയ ഹോശേയയുടെ ഇടയ്ക്ക് കയറി ദൈവാത്മാവ് പറയുക, വിടുതലിന്റെ ഒരു 3-ാം നാൾ നിനക്കുണ്ട്. ഹല്ലേലൂയ, ആമേൻ. വചനം പഠിക്കുന്ന ചിന്തിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പെട്ടെന്ന് ചില 3-ാം നാളുകൾ പറയട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ ബന്ധങ്ങളുടെയും കൂടിച്ചേരലുകളുടെയും ഒരു 3-ാം നാളുണ്ട്. അത്ഭുതത്തിൻ്റെ ഒരു 3-ാം നാളുണ്ട്. യോഹന്നാൻ 2. യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാനത് 3 ദിവസം കൊണ്ട് പണിയും. അങ്ങനെയാണെങ്കിൽ പണിയപ്പെടലിൻ്റെ ഒരു 3-ാം നാളുണ്ട്. ഒന്നുകൂടില്ലേ, റോമൻ സാമ്രാജ്യം എത്ര വലിയ കല്ല് പിടിച്ചു വെച്ചാലും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു 3-ാം നാളുണ്ട്. വിടുതലിൻ്റെ ഒരു 3-ാം നാളുണ്ട്. ബന്ധങ്ങളുടെ ഒരു 3-ാം നാളുണ്ട്. അത്ഭുതത്തിൻ്റെ ഒരു 3-ാം നാളുണ്ട്. പണിയപ്പെടലിൻ്റെ ഒരു 3-ാം നാളുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു 3-ാം നാളുണ്ട്. ഞാൻ ഇനി 2-ാം ഭാഗത്തേക്കൊന്ന് അതും കൂടെ ഒന്ന് തൊട്ടിട്ട് നിർത്താം. എന്താണ് ഈ ബന്ധങ്ങളുടെ 3-ാം നാൾ? യേശു, മറിയ, യോസേഫും ബന്ധുക്കളും ഒക്കെ ഒപ്പം യെരുശലേം പള്ളിയിൽ പെരുന്നാളിന് പോയി അല്ലേ? പക്ഷേ പെരുന്നാൾ കഴിഞ്ഞ് തിരിച്ചു പോന്നു. 2-3 ദിവസത്തെ വഴിദൂരം പോന്നു കഴിഞ്ഞപ്പോഴാണ് യേശു കൂടെയില്ലെന്നുള്ള കാര്യം ഇവർ തിരിച്ചറിഞ്ഞു. ശ്രദ്ധിച്ചേ, അറിഞ്ഞോ അറിയാതെയോ ബന്ധങ്ങൾ മുറിഞ്ഞുപോയ ഒരു കുടുംബം. ആരുമായിട്ടാ? തലമുറയുമായിട്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. യേശുവില്ല കൂടെ. അവിടെ എഴുതിയിട്ടുണ്ട്, യേശു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും കൂടെ ഉണ്ടാകുമെന്ന് ഊഹിച്ചിട്ട്. യേശു കൂടെയുണ്ടെന്ന് ഊഹമല്ല നമുക്ക് വേണ്ടത്, ഉറപ്പ. അതാ മോശ പറഞ്ഞത്, തിരുസാന്നിധ്യം
അടിയങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ അടിയങ്ങളെ അയക്കരുത്. തിരിച്ചു ചെന്ന് ഇവർ തിരിച്ചു ചെന്നു. 3-ാം ദിവസം ദൈവാലയത്തിൽ ചെന്നപ്പോൾ യേശു ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് തിരുവെഴുത്തുകളെ തെളിയിച്ച് സംസാരിക്കുകയാണ്. ആ കൂടിച്ചേരൽ നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ ചെന്ന യോസേഫും മറിയയും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നീ എന്നാ പണിയാ മോനെ ഈ കാണിച്ചത്, എന്ത് പണിയാ? അപ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്. യേശു പറയുന്ന മറ്റൊരു ബന്ധത്തെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? മകൻ അപ്പനോടും അമ്മയോടും ഒപ്പം ഇല്ലെങ്കിലും ഈ മകൻ ആരോടൊപ്പമാണ്? ആലയത്തിൽ പിതാവിനോടൊപ്പമാണ്. മനസ്സിലാകുന്നുണ്ടോ? മകൻ പിതാവിനോടൊപ്പമാണ്. വാസ്തവത്തിൽ അവിടെയാണ് പുതിയ നിയമത്തിൽ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു തുടങ്ങുന്നത്. ആ വിളി പിന്നീട് യേശു തുടരുന്നുണ്ട്. അത് ക്രൂശിലും യേശു അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. പക്ഷെ ഒരിക്കൽ മാത്രമേ യേശു ദൈവത്തെ ദൈവമേ എന്ന് വിളിച്ചിട്ടുള്ളൂ. പുതിയ നിയമം പഠിക്കുന്നവർക്കറിയാം. എപ്പോഴാ? ക്രൂശിലെ ആ ക്രൂരമായ ഏകാന്തതയുടെ നടുവിൽ, സഹിക്കാനാവാത്ത വേദനയുടെ നടുവിൽ യേശു സ്വർഗത്തിലേക്ക് നോക്കി ചോദിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നാലും മരിക്കുന്നതിന് മുൻപ് വീണ്ടും യേശു പിതാവേ എന്ന വിളിയിലേക്ക് തിരിച്ചു വന്നത് സത്യമല്ലേ? പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ തരുന്നു. അങ്ങനെയെങ്കിൽ യോസേഫും മറിയയും യേശുവും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ ഒരു 3-ാം നാളാണ്. നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു 3-ാം നാൾ ഉണ്ടാവട്ടെ. ഇത് കൺവെൻഷൻ്റെ 3-ാം നാളല്ലേ ഇന്ന് രാത്രി? അല്ലേ? നമ്മുടെ മുറിഞ്ഞുപോയ ബന്ധങ്ങൾ ഒന്ന് കൂടിച്ചേരട്ടെ ഇന്ന് രാത്രി. ഞാൻ ദൈവമക്കളോട് ആവർത്തിച്ച് പറയുകയാണ്, നമ്മൾ വ്യവസ്ഥകളിലേക്ക് വരാതെ എത്ര പാട്ടെത്ര ശക്തിയോടെ പാടിയാലും പരിശുദ്ധാത്മാവ് മാറിയേ നിൽക്കൂ. പിന്നെ പരിചയത്തിൻ്റെ പുറത്ത് നമുക്ക് പലതും കാട്ടിക്കൂട്ടാൻ കഴിയും. എന്നാൽ ഇന്ന് രാത്രി ബന്ധങ്ങളിലേക്കൊന്ന് വന്നു നോക്ക്. യേശു ബന്ധങ്ങൾക്കല്ലേ പ്രസക്തി കൊടുത്തത്? യേശു പറഞ്ഞത് എന്താ? നിങ്ങളിൽ 2 പേർ ഐകമത്യപ്പെട്ട് പുത്രന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത്, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരാം. യേശു അവിടെ പ്രാർത്ഥനയേക്കാൾ വലുതായി പറഞ്ഞിരിക്കുന്നത് ഐക്യതയാണ്. ആണോ? നിങ്ങളിൽ 2 പേർ ഐകമത്യപ്പെട്ട് പുത്രന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുക. അപ്പൊ പ്രാർത്ഥന രണ്ടാമതാ, ആദ്യം ഐക്യതയാ. അങ്ങനെയെങ്കിൽ ഈ 3-ാമത് രാത്രി ബന്ധങ്ങളുടെ 3-ാം രാത്രിയാകട്ടെ ഇത്. ബന്ധങ്ങളുടെ 3-ാം പക്കമാവട്ടെ ഇത്. ആമേൻ. അത്ഭുതത്തിൻ്റെ ഒരു 3-ാം നാൾ നമുക്കുണ്ട് പ്രിയരെ. ഗലീലയിലെ കാനാവിൽ 3-ാം നാൾ ഒരു കല്യാണമുണ്ടായി. കുടുംബം കേന്ദ്രീകരിച്ച് നടന്ന വിടുതലിൻ്റെ 3-ാം നാൾ. ഞാൻ ആ ഭാഗം പറഞ്ഞ് നിർത്തുകയാ. നമ്മുടെ കർത്താവ് വിടുവിക്കുന്നവനാണ്. ഹോശയായിലൂടെ ദൈവം തെളിയിച്ചത് അത് തന്നെയാണ്. ഹോശയ, നിനക്ക് വിടുതലിൻ്റെ ഒരു 3-ാം നാളുണ്ട്. വിടുതലിൻ്റെ ഒരു 3-ാം നാളുണ്ട്. ദേശമേ, വിടുവിക്കുന്നവൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. മനുഷ്യവർഗത്തിന്റെ വിടുതലിനാണ് യേശു ക്രൂശിൽ മരിച്ചത്. ബന്ധങ്ങളെക്കുറിച്ചും 3-ാം നാളുകളെക്കുറിച്ചും ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല. പുതിയ നിയമത്തിലെ ആദ്യത്തെ മിഷണറി ആരാ? ശമരിയ സ്ത്രീയാ. ശമര്യരും യഹൂദരും തമ്മിലുള്ള രീതി അറിയാമല്ലോ. ശമരിയക്കാരുടെ കയ്യിൽ നിന്ന് യഹൂദന്മാർ വെള്ളം മേടിച്ച് കുടിക്കത്തില്ല. അതുകൊണ്ടാണ് യേശു കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ശമരിയ സ്ത്രീ പറഞ്ഞത്, നീ ഒരു യഹൂദനായിരിക്കെ കുടിപ്പാൻ എന്നോട് ചോദിക്കുന്നത് എന്ത്? കണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഈ ശമരിയ സ്ത്രീ പറയുന്നുണ്ട്, ഞങ്ങളുടെ പള്ളിയാണ്ട് അവിടെയാണ്, ആ മലയിലാണ് ഞങ്ങളുടെ ചർച്ച അവിടെ. അപ്പോൾ യഹൂദന്മാർക്ക് ഇപ്പുറത്ത് ചർച്ചുണ്ട്, ശമരിയർക്ക് അപ്പുറത്ത് ചർച്ചുണ്ട്. അവർക്കും മാസയോഗമുണ്ട്, ഇവർക്കും മാസയോഗമുണ്ട്. അവർക്കും കൺവെൻഷനുണ്ട്, ഇവർക്കും എല്ലാ പരിപാടികളും ഉണ്ട്. പക്ഷെ ദാഹിച്ച വെള്ളം കൊടുക്കത്തില്ല. എന്നാ ഗ്ലോറി പറയാൻ? ആമേൻ. യേശു പറഞ്ഞു, നീ ആയിരിക്കും ആദ്യത്തെ മിഷണറി. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയെന്ന് ഈ പാരമ്പര്യം പറയുന്ന പത്രോസിനെ ഒന്നും അല്ല ആദ്യത്തെ മിഷണറി ആയിട്ട് ശമരിയിലേക്ക് വിട്ടത്. ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായ
ശമരിയ സ്ത്രീയെ വിട്ട്. ഇന്നത്തെ നമ്മൾ സഭക്കാർ വല്ലവരും സമ്മതിക്കുമോ? നമ്മളെ ഒന്ന് ശ്രദ്ധയിലിരിക്കുന്നത് നല്ലത്. ആ സഹോദരി വിസിറ്റിങ്ങിന് പോകുന്നതായിട്ടൊരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇവനൊട്ട് പോകത്തുമില്ല. എന്നാ ഗ്ലോറി പറയാൻ? എന്റെ പ്രിയരെ, സമൂഹത്തിൽ എന്ത് വിലയുണ്ട് ശമരിയ സ്ത്രീക്ക്? പക്ഷെ അവളാ പാത്രം കിണറ്റിൻകരയിൽ വെച്ചിട്ട് ശമരിയിൽ ചെന്ന് അവളുടെ ജീവിതത്തിലെ പാപങ്ങൾ പുറത്തു കൊണ്ടുവന്ന യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച പുതിയ നിയമത്തിലെ ആദ്യത്തെ മിഷനറി. ആ കാഴ്ചപ്പാടിലേക്ക് സഭ വരുമ്പോഴാണ് ദേശം ഇളകാൻ പോകുന്നത്. വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ സ്വപ്നം അതാ കേട്ടോ, എൻ്റെ സ്വപ്നം അതാ. 6 വർഷം കഴിഞ്ഞു, 7-ാം വർഷമാകുന്നു ഞാനൊരു പുതിയ പ്രവർത്തനം ആരംഭിച്ചിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനത് പറഞ്ഞൊന്നും എനിക്കറിയില്ല. വലിയ വെല്ലുവിളികളുണ്ട്. ഇപ്പം 41 കുടുംബമായി. ഞാനതിലൊന്നും സംതൃപ്തനൊന്നുമില്ല. 80 അടി നീളമുള്ള ഒരു ഹാള് നമുക്കുണ്ട്, ഒരു 32 അടി വീതിയുള്ള ഒരു ഹാൾ, 80 അടി നീളത്തിൽ ഷിഫ്റ്റ് വെച്ചുള്ള ഒരു ആരാധനയാണ് നമ്മുടെ സ്വപ്നം. എൻ്റെ മരണത്തിന് മുൻപ്, കാഹളം ധ്വനിക്കുന്നതിന് മുൻപ് എല്ലാ ജാതി മതസ്ഥരും കൈയടിച്ചാരാധിക്കുന്ന ആ കൂട്ടായ്മ. ഞാൻ സഭയിൽ മാനസാന്തരത്തിൻ്റെ ക്ലാസ് എടുക്കുക ഇടയ്ക്കിടയ്ക്ക്. ഇത് എന്നോടും കൂടെയുള്ള ദൂത. ഒരു മാറ്റത്തിന് നമുക്ക് തയ്യാറായാൽ ഒരു നിനവെ പുറത്തു വരുമെന്ന്, ഒരു നിനവെ വിടുവിക്കപ്പെടും. എത്ര ദൈവമക്കൾക്ക് ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായി. യോനായേ, കൃപ അനുഭവിച്ച നീ കൃപയോട് പുറംതിരിഞ്ഞ് നിൽക്കരുത്. പത്രോസേ, മാനസാന്തരം പ്രസംഗിക്കുന്ന നീ മാനസാന്തരത്തിനെതിരെ നിൽക്കരുത്. ഇന്ന് രാത്രി കർത്താവേ, ദേശത്തിന്റെ വിടുതലിന് ഞാനാണ് ഒരു തടസ്സമെങ്കിൽ രക്തത്താലും വചനത്താലും ആത്മാവിലും എന്നെ വന്ന് കഴുകി ഒരു വലിയ വിടുതലിനായി എന്നെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ആമേൻ. ഈ ശമരിയ സ്ത്രീ ശമരിയയിലേക്ക് പോയിട്ട് അതിനുശേഷം കർത്താവ് പറയുന്നൊരു വാചകമുണ്ട്, നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിനായി വെളുത്തിരിക്കും. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം 4 മാസം കൂടെ ഉണ്ടെന്ന്, കൊയ്ത്തിന് ഇനി 4 മാസം കൂടെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷെ യേശു പറഞ്ഞു ഇപ്പം തന്നെ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ പല പുസ്തകങ്ങൾ നോക്കി, പല വേദശാസ്ത്രിമാരോട്, എന്ന് പറയാൻ കേരളത്തിലെ തിയോളജിയന്മാരോട് ചോദിച്ചു. യേശു പറഞ്ഞതിൻ്റെ ഉത്തരം വേറെ ഒന്നുമല്ല, ഈ 4 മാസം കൂടെ ഉണ്ട് കൊയ്ത്തിന്. പക്ഷെ യേശു പറഞ്ഞു ഇപ്പം തന്നെ കൊയ്ത്തിനായി നിലങ്ങൾ വിളഞ്ഞെന്ന്. യേശു അങ്ങനെ പറയാൻ കാര്യം എന്നാ? 4 മാസം കൂടെ കൊയ്ത്തിനുള്ളിടത്ത് ഇപ്പം തന്നെ കൊയ്ത്തിനായി നിലങ്ങൾ വെളുത്തിരിക്കുന്നെന്ന് പറയാൻ കാര്യം വേറെ ഒന്നുമല്ല. ശമരിയ സ്ത്രീ ശമരിയയിലേക്ക് ചെന്ന് അവളുടെ പാപങ്ങളെ പുറത്തു കൊണ്ടുവന്ന് പാപപരിഹാരകനെ അനുഭവിച്ച സത്യം ശമരിയയോട് വിളിച്ചു പറഞ്ഞപ്പോൾ ശമരിയക്കാരെ ഇളകി. ഈ സഹോദരിയുടെ കൂടെ പോരുക. ഈ ശമരിയക്കാരോട് ചോദിച്ചു, എവിടെ അവൻ? വരൂ, ഞാൻ യേശുവിനെ കാട്ടിത്തരാം. യേശു നോക്കിയപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 100 കണക്കിന് ആളുകൾ ആവേശത്തോടെ ഓടി വരിക യേശുവിൻ്റെ അടുക്കലേക്ക്. അത് കണ്ടോണ്ടാണ് യേശു പറഞ്ഞതെന്നാണ്, കൊയ്ത്തിനായി നിലങ്ങൾ ഇപ്പോൾ തന്നെ വെളുത്തിരിക്കുന്നെന്ന്. അല്ലേ, ഞാൻ ആ വ്യാഖ്യാനം വിശ്വസിക്കുന്നയാളും അത് ലോജിക്കാണെന്ന് പഠിപ്പിക്കുന്നയാളും. ഞാൻ പറഞ്ഞത്, ഒരൊറ്റ സഹോദരിയുടെ ഒരു ദിവസത്തെ മിഷണറി പ്രവർത്തനം കൊണ്ട് ജാതി മറന്ന്, പാരമ്പര്യം മറന്ന് അവൾ യേശുവിനെ പ്രസംഗിച്ചപ്പോ ശമരിയ പട്ടണം ഇളകിയതുപോലെ ശാരോന്റെ റീജിയൻ കൺവെൻഷനിൽ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നമ്മൾ ആദ്യം ഒരു മാറ്റത്തിന് തയ്യാറായിട്ട് ഈ വചനവുമായി ദേശത്തിറങ്ങിയാൽ അന്ധകാര ശക്തിയുടെ കെട്ടു പൊട്ടിച്ചിട്ട് ഒരു വലിയ കൂട്ടം ആത്മാക്കളെ ദൈവം ദേശത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ഒരു നിമിഷം ആ വിടുതൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിന് മഹത്വം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ മാത്രം അധരങ്ങൾ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്താൽ മതിയാകും. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ ദാസന്മാർ എനിക്കൊരു ഗ്രേസ് പീരീഡ് കൂടെ അനുവദിച്ചിട്ടുണ്ട്. നോട്ടീസിൽ കാണിച്ച സമയത്തിന് പുറത്ത്
ഹല്ലേലൂയ. ഐക്യമായി നിന്ന് നാം വേല ചെയ്തിടുകിൽ എന്ന പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ് ഒന്ന് പാടി ആരാധിക്കേണ്ടതുണ്ട്. എന്നാൽ അതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കുക. എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഈ വചനം, ഇന്ന് രാത്രിയുടെ മുഴങ്ങിയ ദൈവത്തിൻ്റെ വചനം, കർത്താവേ, എനിക്കൊരു മാറ്റം ആവശ്യമുണ്ട്, എനിക്കൊരു മാറ്റം ആവശ്യമുണ്ട്, എനിക്കൊരു മടങ്ങി വരവ് ആവശ്യമുണ്ട്. ഞാനാണോ വിടുതലിന് തടസ്സം? എൻ്റെ സഭയാണോ വിടുതലിന് തടസ്സം? ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട് ഈ യോനയെക്കുറിച്ച് പഠിച്ചപ്പം. അപ്പോൾ ഒരു യോന ചെന്നില്ലെങ്കിൽ നിനവേ നശിക്കുമോ? യെസ്, യോനയെ ആ ദൈവം കണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യോനയ്ക്ക് പകരം മറ്റൊരാളെ ദൈവം അങ്ങോട്ട് വിടത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേശത്തെ വിടുതൽ നമ്മളിലൂടെ തന്നെയാണ് കർത്താവ് പ്ലാൻ ചെയ്തേക്കുന്നത്. പകരം കുമരകത്തുനിന്ന് ഒരാളെ കൊണ്ടുവരത്തില്ല, പകരം കാസർഗോട്ടത്തുനിന്ന് ഒരാളിനെ കൊണ്ടുവരത്തില്ല. നമ്മളെ എവിടെയാണോ ആക്കി വെച്ചിരിക്കുന്നത് അവിടെയാണ് നമ്മളിലൂടെ ഒരു വിടുതൽ കർത്താവ് കണ്ടിരിക്കുന്നത്. കർത്താവേ, ദേശത്തിൻ്റെ വിടുതലിന് എൻ്റെ സഭ ഒരു തടസ്സമാണോ? ആമേ. കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ഞാൻ സെൻറ്റർ പറയുന്നില്ല, ലോക്കൽ സഭയിലെ ആരാധനയ്ക്കിടയിൽ ഉയർന്ന അവശബ്ദം കേട്ട് നാട്ടുകാരിൽ ചിലർ ഓടിക്കൂടി ജനൽക്കമ്പിയിൽ പിടിച്ച് തൂങ്ങി നിന്നു. ആ വിഷയത്തിൽ ഞാനും ഇടപെടേണ്ടി വന്നത് രാത്രി 1:30 മണി വരെ. കാരണം സഭകളുടെയൊക്കെ സമാധാനം നഷ്ടപ്പെടുക, പാതാള ഗോപുരങ്ങൾ ദൈവസഭയ്ക്കെതിരെ തലപൊക്കി തകർത്താടുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഹോശേയയെ പോലെ ദൈവത്തിൻ്റെ രക്ഷണ്യ പദ്ധതിക്ക് വേണ്ടി ആമേൻ ചേർത്ത് പിടിക്കേണ്ടതിനെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ഒരു 3-ാം നാൾ ഉണ്ടെന്ന്, വിടുതലിന്റെ ഒരു 3-ാം നാൾ. ഇതിനകത്ത് വചനം കേൾക്കുന്ന ദൈവവൈതലെ വിശ്വസിച്ചോ, ഒരു വിടുതലിന്റെ 3-ാം നാൾ നിനക്കുണ്ട്. ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഒരു 3-ാം നാളുണ്ട്, പണിയപ്പെടലിന്റെ ഒരു 3-ാം നാളുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു 3-ാം നാളുണ്ട്, അത്ഭുതത്തിന്റെ ഒരു 3-ാം നാളുണ്ട്. എനിക്കൊരു മടങ്ങിവരവും എനിക്കൊരു മാനസാന്തരവും ആവശ്യമുണ്ട്. ഇന്ന് രാത്രി കർത്താവേ, ഈ വചനത്താൽ എന്നെ കഴുകണമേ, എന്നെ പണിയണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഹൃദയംഗമായി തീരുമാനിക്കുന്നവർ അവരുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുമോ? റെക്കോനിയ സെക്കരേദിയായ. ഇതൊന്നും എനിക്ക് കാണാനല്ല കേട്ടോ, സംഘാടകർക്ക് കാണാനല്ല, ഇവിടെ വീഡിയോ എടുക്കുന്നവർക്ക് കാണാനല്ല, ഈ കരങ്ങൾക്ക് കർത്താവിനൊന്ന് കാണാനാ. ഹല്ലേലൂയ, ആമേൻ. ജോഷുവ പാസ്റ്ററെ, ജോൺ പാസ്റ്ററെ, ഞാൻ ആത്മനിയോഗത്തെ പറയുക, മാമൻ വർഗീസ് പാസ്റ്ററെ, നമ്മളുടെ ഇടയിൽ ഒരു മാറ്റം ഉണ്ടായാൽ ദേശത്തെ കീഴുമേൽ മറിക്കുന്ന ദൈവപ്രവൃത്തി ആമേൻ വെളിപ്പെടാൻ പോകുന്ന. കരങ്ങൾ താഴ്ത്തിയിട. ഐക്യമായി നിന്ന് വേല ചെയ്യാൻ തടസ്സമായി ദൈവസഭയ്ക്കകത്ത് വിഭാഗീയത കൊണ്ടുവന്ന് ജനത്തെ വിഘടിപ്പിച്ച് വചനത്തിന്റെ പ്രഘോഷണത്തെ തടഞ്ഞ് വ്യാപരിക്കുന്ന പാതാള ഗോപുരത്തിന്റെ മേൽ ജയം പ്രഖ്യാപിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ നിറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ